Good afternoon to all. Good afternoon, Miss. Good afternoon, ma'am. Good afternoon. Okay. സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് എല്ലാവരും ആയോ ക്ലാസ്സില് ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ? കുറച്ച് കൂടുതൽ ടൈം നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കേണ്ടി വരും കേട്ടോ. ഓക്കെ. Good afternoon, Miss. Good afternoon. ചാപ്റ്റേഴ്സ് ഒന്നുമില്ല തീർത്തി. ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞു. ഒന്നും അറിയത്തില്ല. ഇംഗ്ലീഷ് പോർഷൻസ് എല്ലാം കഴിഞ്ഞു, കവർ ചെയ്തു. ഇന്ന് എന്താ മിസ്സേ കുറച്ച് അധികം നേരം ഇരിക്കണം എന്ന് പറഞ്ഞ? ഇന്ന് ഞാൻ ഫോണിക്സ് എടുക്കുന്നുണ്ട്. ഓക്കെ, ഫോണിക്സ് എടുക്കുന്നുണ്ട്. ഇന്നത്തോടെ കൂടി എന്റെ ക്ലാസ് കഴിഞ്ഞു. ഓക്കെ, ഇനി എന്നെ കാണില്ല. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം, ക്ലിയർ ചെയ്യാം. ഓക്കെ, ടേം 2ന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് റിവ്യൂ ചെയ്യാം. കുറച്ച് അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ കോപ്പറേറ്റ് ചെയ്യാം മാക്സിമം കേട്ടോ. Okay, Miss. അല്ല ടീച്ചറെ, അപ്പൊ ടീച്ചർ ഉണ്ടാവില്ലേ ഇനി? ഇനി ഉണ്ടാവില്ല. ക്ലാസ് കഴിഞ്ഞല്ലോ എന്റെ. ക്ലാസ് കഴിഞ്ഞു, നിങ്ങൾക്ക് എക്സാം ആയി, പ്രാക്ടിക്കൽ ഒക്കെ തുടങ്ങും. എനിക്ക് ഫോണിക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഫോണിക്സ് ഇന്ന് ഞാൻ കംപ്ലീറ്റ് ചെയ്യും എന്നാണ് ഒരു വിശ്വാസം. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. എല്ലാവരും ആയോ? അപ്പൊ സ്റ്റാർട്ട് ചെയ്തോളൂ. സ്റ്റാർട്ട് ചെയ്തോളൂ. ഞാൻ ഇവിടെ തന്നെ ടിപ്പ് വരാം. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. Prayer. ഹൃദയരാഗചന്ദ്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. നമ്മൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾ തടങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗചന്ദ്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. താങ്ക് യു. Thought for the day. One best book is equal to 100 good friends, but one good friend is equal to a library. ഒരു നല്ല പുസ്തകം 100 നല്ല സുഹൃത്തുക്കൾക്ക് തുല്യമാണ്, എന്നാൽ ഒരു നല്ല സുഹൃത്ത് ഒരു ലൈബ്രറിക്ക് തുല്യമാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം. സൈനിനൊരു പാട്ടാണ് കേട്ടോ. താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ? താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ? ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്. ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്. സ്നേഹക്കാവാണ് ഉമ്മ, സഹനക്കടലാണ്. സ്നേഹക്കാവാണ് ഉമ്മ, സഹനക്കടലാണ്. ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം മൂത്തോളി. ഒതിമതിയാ മുത്തു മുഹമ്മദി തൂമൊഴിയുള്ളിലുറച്ചോളി.
അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ? ആയിരം പോറ്റും അവന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ? ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി. ഉതിമതിയാ മുത്തു മുഹമ്മദിൻ തൂമൊഴിയുള്ളിലുറച്ചോളി. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, ഞാൻ ടൈം 2 എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഞാൻ കവർ ചെയ്യാം. അതിനുശേഷം നമുക്ക് കോൺടെക്സ്റ്റിലേക്ക് പോവാം കേട്ടോ. ഓക്കെ, കോൺടെക്സ്റ്റ് എക്സാമിന് ഇല്ലല്ലോ, അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ ഇമ്പോർട്ടന്റ്? ഓക്കെ മിസ്. ഇതാണ് സഫിയ, ഇത് ജി. ഓക്കെ, ഞാൻ പേന തെരഞ്ഞുകൊണ്ടിരിക്കുക, പേനയും കാണാനില്ല. പറയൂ, കോൺടെക്സ്റ്റ് എടുക്കണോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ്? അല്ല, ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് കോൺടെക്സ്റ്റ് മതി. കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ഇനി അതിന്റെ ഇടയിൽ കൂടെ മെയിൻ എക്സാമിന്റെ അല്ലേ ടീച്ചറെ പറയണത്, അതോ ഇപ്പത്തെയാ? ഇപ്പത്തെ അല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ, 10 preposition. അതെ, 9th chapter 10th chapter ഇല്ലാത്തതുകൊണ്ട് preposition വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. preposition ക്വസ്റ്റ്യൻ കേട്ടോ. അതിലേക്ക് 2 ക്വസ്റ്റ്യൻ ഉണ്ടോ preposition എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വളരെയധികം സിമ്പിൾ ആണ് preposition ക്വസ്റ്റ്യൻ, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ഓക്കെ, ഒരു കാര്യം, ഈ സിൻസും ഫോറും ഇല്ലേ ഉണ്ടായില്ലേ? ടൈം ജോലിയില്ല, ആ, മെയിൻ എക്സാമിൽ ഉണ്ടാവും ചിലപ്പോ. ഇന്നോൺ ഉണ്ടാവും അല്ലേ? മെയിൻ എക്സാമിൽ എന്തായാലും സിൻസിന്ന് ഫോർ എന്നൊക്കെ ക്വസ്റ്റ്യൻ വരും. സിൻസ് 4 5 ഒക്കെ വരും ചിലപ്പോ. മെയിൻ എക്സാമിന് മുമ്പായിട്ട് ടീച്ചർ ഒരിക്കൽ വരില്ലേ? ഒരു പ്രാവശ്യം വരില്ലേ? മെയിൻ എക്സാമിന് മുമ്പായിട്ട് ഒരു പ്രാവശ്യം ടീച്ചർ വരില്ലേ? ഞാൻ വരില്ല, റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഞങ്ങളെ റിക്വസ്റ്റ് ചെയ്യും. നോക്കാം, റിക്വസ്റ്റ് ചെയ്യും. പ്രാക്ടിക്കൽ ഇടയിലോ എപ്പോഴെങ്കിലും ഞാൻ കയറി വരാം, നോക്കാം നമുക്ക്. അപ്പോ ഇനിയിപ്പോ ടൈം 2 ക്വസ്റ്റ്യൻസ് അല്ല മോഡൽസ് വരുന്നത്. പ്രപ്പോസിഷന് നമുക്ക് അറ്റ് ഓൺ, അറ്റ് മോൺ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് ആദ്യം പഠിക്കും കേട്ടോ. ഓക്കെ, അറ്റ് കറക്റ്റ് ആയിട്ടുള്ള ഒരു സമയത്തിനും, ഓൺ എന്ന് പറയുന്നത് ഡേയ്സിന്, പിന്നെ ഡേറ്റ് ഒക്കെ വരുമ്പോഴല്ലേ ഓണ്. ടൂ വീലേഴ്സ്, ലാർജ് വെഹിക്കിളും പിന്നെ ടൂ വീലേഴ്സ് ഒക്കെ വരുമ്പോൾ നമ്മള് ഓൺ ആണ് യൂസ് ചെയ്യുന്നത്. ബൈക്ക്, സൈക്കിള്, ഫ്ലൈറ്റ്, ട്രെയിൻ, ബസ് അതൊക്കെ വരുമ്പോ ഓൺ ആണ് യൂസ് ചെയ്യുക. അതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഓൺ ആൻഡ് അറ്റ് പ്രപ്പോസിഷന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അടുത്ത ചാപ്റ്റർ ഏതാണ്? അറ്റ് ടൈമിന് മുന്നിൽ മാത്രമല്ലേ വരുള്ളൂ? അറ്റ് ടൈമിന് വരും. പ്ലേസ്, എക്സാക്ട് പ്ലേസ് ആണ് പറയുന്നെങ്കിൽ നമുക്ക് അവിടെ അറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. രാത്രി, നൈറ്റ് പറയുമ്പോൾ അറ്റ് യൂസ് ചെയ്യാറുണ്ട്. നൈറ്റ് ടൈം നോക്കി വെക്കും. ടൈം അറിയാതെ നിങ്ങൾക്ക് എന്താണ്, സിമ്പിൾ ആണ്. അപ്പൊ ടൈം വരും അറ്റാണെന്നൊക്കെ അറിയാലോ. ഓക്കെ, ഞാൻ പറയുന്ന ക്ലാസ്സും ഞാൻ പറയുന്ന ഓരോ വാക്കുകളും ഓരോ സെൻറ്റൻസും എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, പറയാതെ എന്തെങ്കിലും പറഞ്ഞത് വരും. നെക്സ്റ്റ് റിപ്പോർട്ട് സ്പീച്ച്. റിപ്പോർട്ട് സ്പീച്ചിന് ക്വസ്റ്റ്യൻ ഉണ്ട്. റിപ്പോർട്ട് സ്പീച്ചിന് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് എന്നാണ് വരാം. സ്റ്റേറ്റ്മെന്റ് എന്നാണെങ്കിൽ ഇപ്പോ ഷീസ് കമ്മിങ്, ഷീസ് കമ്മിങ്, ഷീ സെഡ് ഷീസ് കമ്മിങ്. അതെങ്ങനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യും? ഇത് ഡയറക്റ്റ് സ്പീച്ച് ആണ്. അപ്പൊ ഞാൻ ഡയറക്റ്റ് സ്പീച്ച് ആണ്. ഇന്റർ സ്പീച്ചിലേക്ക് ഇങ്ങനെ മാറ്റാം. സെഡ് ദാറ്റ് വരും. ദാറ്റ് വരും. പിന്നെ ഇതാകില്ലേ, പാസ്റ്റ് ആവില്ലേ?
അപ്പൊ പറയൂ, സെന്റൻസ് പറയൂ. She's coming. She said that she was there. She said that she was coming എന്ന് വരും ട്ടോ. She said that she was coming എന്ന് വരും. Then ഒരു what or which വെച്ചിട്ട് ക്വസ്റ്റ്യൻ വരും ട്ടോ. What's your name? What's your name എന്ന് ചോദിക്കാം. What's your name? അതെങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? What's your name? My name is അയ്യോ ഞാൻ ചോദിച്ചല്ല, ഇത് റിപ്പോർട്ട് ചെയ്യണം. She asked അപ്പൊ me. he എന്നാണോ she എന്നാണോ യൂസ് ചെയ്യുക ഇവിടെ? She asked. She asked. എന്ന് പറയാൻ പറ്റുമോ? What's your name? Said Manju. പിന്നെ റിപ്പോർട്ട് ചെയ്യും. What's your name? Manju said that. Manju said that. Manju. She Manju said asked- that. No, no. What was her name? Said that ആണോ വരാ? അല്ലല്ലോ, ക്വസ്റ്റ്യൻ അല്ലേ ചോദിച്ചേ? Asked. Asked. Asked അല്ലേ വരിക? Asked ആണല്ലേ? She asked me. എന്നോടാ ചോദിച്ചേ അല്ലേ? What's your name എന്ന് ചോദിക്കുമ്പോ എന്നോടാ ചോദിച്ചേ. She asked me what my name was. Okay? She asked me what my name was എന്നാണ് വരാ ട്ടോ. Okay, clear. Then അപ്പോ ഡാസ് ഫിക്ഷൻ ഒരു സ്റ്റേറ്റ്മെന്റും പിന്നെ ഒരു വാട്ട് വെച്ചിട്ട് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അത്രയേ ഉള്ളൂ. 2 ക്വസ്റ്റ്യൻ ആവരാ. പാർട്ടിസിപ്പിൾ ഇല്ല, പാർട്ടിസിപ്പിൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അറിയാം. ഫ്രേസൽ വെർബ്, ഫ്രേസൽ വെർബിന് 2 ക്വസ്റ്റ്യൻ എന്തോ ഫ്രേസൽ വെർബിന്ന് വരുന്നത്, അത് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് ഡൗട്ട് ഒന്നുമില്ലല്ലോ, എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നല്ലേ. ഈസ് ആണെങ്കിൽ ഈസിന്റെ ആണ്, ഇനി ഈസിന്റെ ആണെങ്കിൽ ഈസ് ആണ് വരാ. നെഗറ്റീവ് ആണ് സ്റ്റേറ്റ്മെന്റ് എങ്കിൽ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാകായിരിക്കും, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാകായിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗിന് എത്ര ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും? അത് രണ്ടോ? ക്വസ്റ്റ്യൻ ടാഗിന് 2 ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഷീ സ്ലീപ്പിംഗ്, ഷീ സ്ലീപ്പിംഗ് ക്വസ്റ്റ്യൻ ടാഗ് പറയൂ. Isn't she? Isn't she? Yeah, isn't she? Then they are playing. Aren't they? Aren't they? They are playing. Aren't they? Okay. അപ്പൊ ഈ രണ്ടെണ്ണം വരാറ് പൊതുവെ. ഇതിപ്പോ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ ഉണ്ടല്ലോ. ഇപ്പോഴൊക്കെ ആൻസർ പറയും മിസ്സേ. എക്സാമിന്റെ ടൈം എത്തുമ്പോ കൺഫ്യൂഷൻ ആവും. അതെന്റെ കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യൂ, നിങ്ങള് എക്സാമിന് പോകുന്നതിന് മുൻപ് എന്റെ ഈ റെക്കോർഡ് ക്ലാസ് കേൾക്കാം. ഓക്കെ, മനസ്സിലാവും. Then spelling സമ്മർ, ഞാൻ പറയുന്ന സ്പെല്ലിംഗ് ഒക്കെ നോക്കിയിരിക്കും. സമ്മർ, വെക്കേഷൻ, ഡിക്ഷണറി, ഈ 3 വേർഡ് കേട്ടോ. സമ്മർ, വെക്കേഷൻ, ഡിക്ഷണറി, ഈ 3 വേർഡ് നോക്കിയിരിക്കും. സ്പെല്ലിംഗ് ഒരു ക്വസ്റ്റ്യൻ ആണോ വരിക? സ്പെല്ലിംഗിന് ക്വസ്റ്റ്യൻ വരും കേട്ടോ. ഈ 3 എണ്ണം, സമ്മർ, വെക്കേഷൻ ആൻഡ് ഡിക്ഷണറി, ഈ 3ന്റെയും സ്പെല്ലിംഗ് നോക്കിയിരിക്കും. മിസ് ഒന്നുകൂടെ പറഞ്ഞേ. സമ്മർ, വെക്കേഷൻ, മെമ്മറി എന്നാണോ പറഞ്ഞത്? കേൾക്കുന്നില്ല മഴ കാരണം. ഡിക്ഷണറി. ഡിക്ഷണറി. ഓക്കെ, സ്പെല്ലിംഗ് നോക്കി വെക്കാം. Then നമുക്ക് ഫ്രേസൽ വെർബ് ആണ്. ഫ്രേസൽ വെർബില് സ്പെല്ലിംഗിന് എത്ര ക്വസ്റ്റ്യൻ വരും? 10 ക്വസ്റ്റ്യൻ അല്ലേ ടോട്ടൽ നമ്മുടെ ഇംഗ്ലീഷിൽ നിന്ന് ഉണ്ടാകുക? പേരിന് ഒരെണ്ണം വരും. Then ഫ്രേസൽ വെർബില് ഫ്രേസൽ വെർബില് വരാൻ ചാൻസ് ഉള്ള
phrasal verb bring വെച്ചിട്ട് പഠിക്കും. I think 10 to 13 വരെ നോക്കിയാ 10 to 13. Okay, 10, 11, 12, 13. Okay, ഇതിലേതായിരുന്നു ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ 10 വേണ്ട, 11, 12, 13. 11, 12, 13. Okay, clear? അത് ക്വസ്റ്റ്യൻ പറഞ്ഞ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. Pick out the phrasal verb which means the word underlined. Underline ചെയ്ത വേർഡിന്റെ മീനിങ് എന്തായിരിക്കും എന്നാണ് ചോദിക്കുക. ഇപ്പൊ എക്സാമ്പിൾ വരാ, the thief escape from the policeman. Policeman thief escaped ആയില്ലേ, escape ആയി. അപ്പൊ escape എന്ന് പറയുന്ന വേർഡിന്റെ phrasal verb എന്താണ് എന്നാണ് ചോദ്യം വരാം. അപ്പൊ escape എന്ന് പറയുമ്പോ അപ്പൊ 4 ഓപ്ഷൻസ് കൊടുക്കും. ഇപ്പൊ call off, call, carry on, bring on, break out, break away. അപ്പൊ ഇത് ഏതായിരിക്കും escape എന്ന് പറയുന്ന മീനിങ് ഉള്ള phrasal verb ഏതായിരിക്കും? It's break away. Break away ആണ് കേട്ടോ. ആൻസർ break away. Break away means escape എന്നാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 11, 12, 13 ഈ 3 എണ്ണത്തിൽ ഏത് ഓരോന്നും വരും. അപ്പൊ മീനിങ് നോക്കി വെച്ചാൽ മതി. ഓക്കെ. Then preposition എന്ന് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു in, on, at. ഇത് 3 നാട്ടോ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് in, on, at. ഓക്കെ. പിന്നെ പാർട്ടിസിപ്പിൾ പറഞ്ഞു ing form ക്വസ്റ്റ്യൻ പറഞ്ഞു. ഇപ്പൊ she is dash a song. She is dash a song. Sings, sung, singing, sing. എന്നാണെങ്കിൽ ഇവിടെ എന്ത് വരും? She is dash a song. Singing. Yeah. She is dash a song. എന്ന് പറയുമ്പോ ഓപ്ഷൻസ് സിംഗ് വരാം, സിങ്സ് വരാം, സങ്, സിംഗിങ്. ഏതാണ് കറക്റ്റ് ആൻസർ? സിംഗ് തന്നെയാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. ഇത്രയും ക്വസ്റ്റ്യൻസ് കിട്ടിയാലോ? റിപ്പോർട്ട് സ്പീച്ച് 2 ക്വസ്റ്റ്യൻ, പാർട്ടിസിപ്പിൾ മീൻസ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഒരെണ്ണം, സ്പെല്ലിംഗ് ഒരു ക്വസ്റ്റ്യൻ, ആൻഡ് preposition 3 ക്വസ്റ്റ്യൻ, പിന്നെ phrasal verb ഒരെണ്ണം. ഇനി ഏതായിരുന്നു ചാപ്റ്റർ? 7 ആയില്ലേ? ടീച്ചറെ കോൺഗേഡ് ഒക്കെ വരും പറഞ്ഞിട്ടുണ്ടോ? ഏതോ കോൺഗേഡ് പറഞ്ഞില്ലേ, അത് വരും ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ. കാരണം എക്സാമിന് ടേം 1 ചാപ്റ്റർ 18 വരെയാണ്, അതിനുശേഷമുള്ളതാണ് ടേം വരാം. ഓക്കെ. ടേം 2 9 to 15 or 17 അത്രയും ചാപ്റ്റേഴ്സ് ആണ് കൊടുത്തത്. ഓക്കെ. അപ്പൊ പ്രപ്പോസിഷൻ 3 എണ്ണം, റിപ്പോർട്ട് സ്പീച്ച് 2 എണ്ണം, സ്പെല്ലിംഗ് ഒരെണ്ണം, ഫ്രേസൽ വെർബ് ഒരെണ്ണം, പിന്നെ ക്വസ്റ്റ്യൻ ടാഗ് 2 എണ്ണം, പാർട്ടിസിപ്പിൾ ing ഫോം വെച്ചിട്ട് ഒരെണ്ണം. ഒക്കെ നായില്ലേ? അയ്യോ ആയി മിസ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നന്നായിട്ട് അച്ഛൻ ചെയ്യാം. ഓക്കെ. ഇനി എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? ഇല്ലല്ലോ. ഓക്കെ അല്ലേ? അപ്പൊ വെയിറ്റ് ചെയ്യൂ. നമുക്ക് ഞാൻ കുറച്ച് നോട്ട്സ് ഒക്കെ എടുക്കട്ടെ. കോൺടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും വെയിറ്റ് ചെയ്യൂ കേട്ടോ. ക്വസ്റ്റ്യൻ ടാഗിന്ന് 2 ക്വസ്റ്റ്യനാ വരും പറഞ്ഞത്. അതെ അതെ അതെ. ക്വസ്റ്റ്യൻ
ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടീച്ചർ പറഞ്ഞില്ലേ ഷീസ് ഡാഷ് എ സോങ്, അത് സിംഗിങ് എന്നാണെന്ന് പറഞ്ഞില്ലേ, അത് ഏത് പോർഷനിലുള്ളതാ? അത് Present പാർട്ടിസിപ്പിൾ. tense. പാർട്ടിസിപ്പിള്. പാർട്ടിസിപ്പിൾ. ഓക്കെ ഓക്കെ. എടോ നമുക്ക് സ്പെല്ലിങ് പറഞ്ഞത് ഫസ്റ്റ് ഏത് വേർഡാ പറഞ്ഞത്? വെക്കേഷൻ ഡിക്ഷണറി അല്ലാതെ ഇത് സമ്മർ, പറഞ്ഞത്? സമ്മർ വെക്കേഷൻ ഡിക്ഷണറി. ആൻസർ സിംഗ് ആണോ പറഞ്ഞത് സിംഗിങ് ആണോ? സിംഗിങ് ആണ് ആൻസർ. എസ്കേപ്പിന്റെ എന്തോന്ന് പറഞ്ഞില്ലേ? എന്താ? ടേക്ക് അവേ. Break ടേക്ക് അവേ. away. The thief escaped from the policeman. Break away. ഓക്കെ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് നമ്മുടെ ക്ലാസ്സിൽ. എന്താണ് ഇത്രയും സ്റ്റുഡൻസ് എന്താണ് ക്ലാസ്സിൽ വരാൻ കാരണം? ആ എക്സാമിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണോ? എന്താ മിസ്സേ? സ്റ്റുഡൻസ് കുറവാണല്ലോ ക്ലാസ്സില്, പൊതുവെ ഇത്രയും സ്റ്റുഡൻസ് ഉണ്ടാവാറില്ല. അത് ശരിയാണ്. എക്സാം ഒക്കെ അവസാനം ആകുമ്പോ ഒരു ഓട്ടപ്പാച്ചില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം എന്നറിയാം. അപ്പൊ ക്ലാസ്സിൽ എല്ലാവരും ജോലി ചെയ്യും, ഇതുവരെ ആരെയും കാണില്ല. ഞങ്ങളൊക്കെ എന്നുള്ളവരാ മിസ്സേ. നമ്മളൊക്കെ ഉണ്ട്, കുറച്ചു പേരൊക്കെ കൂടുതലായിട്ടുണ്ട് ഇതില്. Just wait. എനിക്ക് മാത്രമാണോ ടീച്ചറെ കാണാത്ത? എല്ലാവർക്കും ഉണ്ട് അതുപോലെ?
മിസ് ക്യാമറ എല്ലാവർക്കും ഉണ്ട്, ഓഫാക്കിയതാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഉണ്ട്. ടീച്ചർ ഫോണിക് സൗണ്ടിന് വേണ്ടി നല്ല അടിപൊളിയായിട്ട് നോട്ട്സ് ഒക്കെ തയ്യാറാക്കിയിട്ട് വന്നിരിക്കുക. മറ്റേ ക്ലാസ് റൂം ഓപ്പൺ ആകാൻ പറ്റുന്നുണ്ടോ? എനിക്കത് പറ്റുന്നില്ല. ഏത് ക്ലാസ് റൂമോ? ക്ലാസ് റൂം നമ്മുടെ നമ്മുടെ ക്ലാസ് റൂം ഇടയ്ക്ക് ഓപ്പൺ ആക്കാൻ പറ്റും, ഇടയ്ക്ക് ഓപ്പൺ ആക്കാൻ പറ്റില്ല. അപ്പൊ ബാക്കിലേക്ക് ആക്കിയിട്ട് വീണ്ടും ഓപ്പൺ ചെയ്യും. അതാ ചെയ്യണേ. ഓക്കെ, ഇതില് 7 സ്റ്റുഡൻസ് ഉണ്ടോ? 27. ഉഷ ഓ ക്ലാസ് മാറിയതാണോ? അല്ലല്ല, അതെന്താ അറിയോ മിസ്സേ, ഞങ്ങൾക്ക് ഇന്നലെ ജിഷ മിസ്സിന്റെ ക്ലാസ്സിൽ ഞങ്ങള് 2 ബാച്ചും കൂടെ ഒരുമിച്ചായിരുന്നു. അപ്പൊ അങ്ങനെ മാറി ആണോ? കയറിയതായിരിക്കും. ഉഷ ഈ ക്ലാസ്സിൽ ഇല്ല. ഞാൻ എന്തായാലും വെള്ളിയാഴ്ച ക്ലാസ് എടുക്കുന്നുണ്ട്, അപ്പൊ മതി. ഓക്കെ, പക്ഷെ ഇപ്പൊ ക്ലാസ് ഉണ്ട്, MD സാറിന് ക്ലാസ് ഉണ്ട്, അശ്വതി മിസ്സിന്റെ ക്ലാസ് ഉണ്ടല്ലോ, നടക്കുന്നുണ്ട്. അയ്യോ ഞാനും അത് 7 ബാച്ചാട്ടാ. എല്ലാവരും ഉണ്ടല്ലോ ക്ലാസ്സില്. 7 ബാച്ചാ. അറിയാണ്ട് കയറി കൂടിയതാവുന്നുണ്ട്. അപ്പൊ MD സാർ സ്റ്റുഡൻസിനോട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് ക്ലാസ് ആണ് നടക്കുന്നുണ്ട്, അശ്വതി മിസ്സാണ് ക്ലാസ് എടുക്കുന്നുണ്ട്, എല്ലാവരും അങ്ങോട്ട് പോവാം. ഓക്കെ, ഓക്കെ, താങ്ക് യു. മിസ് പക്ഷെ 7 എനിക്ക് ബാച്ചിലോട്ട് വരുമോ ഇനി? നാളെ 7 ബാച്ചിലോട്ട് വരുമോ മിസ്? ക്ഷണിക്കാവുന്നതാണോ? ഞാൻ വെള്ളിയാഴ്ച വരും. ഓക്കെ ശരി. അതെങ്ങനെ ഒരാള് പറഞ്ഞ് ബാക്ക് അടിച്ചു കയറാൻ, എനിക്ക് അറിയില്ലല്ലോ. ആണോ? ലിങ്ക് ഷെയർ ചെയ്തിട്ടില്ലേ ഗ്രൂപ്പിലോ? അല്ല, നമ്മൾ പഴയ ക്ലാസ്സിലാ ഇനി കേറണ്ടേ. പഴയ ക്ലാസ്സിലാ. ക്ലാസ് റൂമിൽ നോക്കിക്കോ ചേച്ചി. ക്ലാസ് റൂമിൽ കേറിക്കോ, സാധാരണ കേറാറുള്ള പോലെ. അത് കേറാൻ പറ്റുന്നില്ല. വിസ് 2 ES2 അടിച്ചിട്ട് അത് വരുന്നില്ല സമീറ. അതെ, നോക്കട്ടെ. ലേറ്റ് ആയോ? കാരണം ഇന്ന് മൺഡേ ട്യൂസ്ഡേ ജിഷമിസിന്റെ ക്ലാസ് ആയിരുന്നല്ലോ. ഇനി നോർമൽ, നിങ്ങൾ നോർമലി എങ്ങനെയാണോ ജോയിൻ ചെയ്ത് അതേപോലെ തന്നെ ജോയിൻ ചെയ്യാം ക്ലാസ്സിൽ. ഓക്കെ, പക്ഷേ ക്ലാസ് റൂമിൽ ഞാൻ അത് ട്രൈ ചെയ്തിട്ട് എന്റെ കോഡ് വർക്ക് ചെയ്യുന്നില്ല. ആണോ? ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ടോ? ഇല്ലെന്നാ, എനിക്ക് അറിയില്ല അങ്ങനൊന്നും. നിങ്ങളുടെ കോമൺ ഗ്രൂപ്പ് ഉണ്ടാവില്ലേ, അതിലുണ്ടാവില്ലേ ലിങ്ക്? ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ടാവും, പക്ഷെ ഇവർ വേണമെങ്കിൽ അത് ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ല, അതാണ്. ക്ലാസ്സിൽ പഠിക്കുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടാവില്ല, അവരിനൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കൂ. ശരി. ഇതെല്ലാം അതാണ് മിസ്സേ കുറച്ച് കൂടുതൽ ആളായത്. കറക്റ്റ് ആണല്ലോ, സ്റ്റുഡൻസ് ഉണ്ടല്ലോ. ഇതെല്ലാം ഇപ്പൊ ക്ലാസ്സിലുള്ള എല്ലാം ഈ ക്ലാസ്സിലെ സ്റ്റുഡൻസ് അല്ലേ? പുറത്തുനിന്ന് ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ വിചാരിച്ചു എന്താണ് എന്നെ ക്ഷണിക്കാമെന്നായിരിക്കും. ശരിയാണ് കള്ള. ഓക്കെ, അപ്പൊ കോൺടാക്ട്സ് എടുക്കാം. നല്ല ചിരിയാണ്, എല്ലാവരും ചിരിക്കും. കോൺടാക്ട്സ് കുറച്ചുകൂടി ചിരി കൂടും. ഓക്കെ, കോൺടാക്ട്സ് ഒരുപാട് കാര്യമായിട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ, കാരണം അത് ഓൺലൈൻ ആയതുകൊണ്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആണ് പൊതുവെ കോൺടാക്ട്സ് ഫോളോ ചെയ്തിട്ട്. മാക്സിമം എന്താണ് കോൺടാക്ട്സ് എന്നും അതിന്റെ ലെറ്റേഴ്സ് എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾ അത്യാവശ്യം നിങ്ങളൊന്ന് സ്വന്തമായിട്ട് റെഫർ ചെയ്യാൻ നോക്കും. കോൺടാക്ട്സ് എന്താണ്, എങ്ങനെയൊക്കെയാണ് പ്രൊണൗൺസ് ചെയ്യാം, നിങ്ങളത് കുറച്ച് റെഫർ ചെയ്യും, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ മിക്ക ക്ലാസ്സിലൊക്കെ കോൺടാക്ട്സിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. Context is a branch of linguistic that deals with the study of speech, sounds, their pronunciation, production, combination, description, and representation by written symbols. അതായത് കോൺടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോ സ്ക്രീനിലോട്ടൊന്നും നോക്കണമെന്നില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. അത് ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ പേടിക്കേണ്ട. ഇതാണ് കോൺടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ പ്രൊണൗൺസിയേഷൻ ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്.
ഓക്കെ, നമുക്ക് നമ്മുടെ ഇംഗ്ലീഷിൽ ഉള്ള പോലെ 26 ആൽഫബറ്റ്സ് നമ്മുടെ ഇംഗ്ലീഷിലുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മുടെ സ്പീച്ച് സൗണ്ട്സ്. സ്പീച്ച് സൗണ്ട്സ് മീൻസ് കോണ്ടെക്സ്റ്റില് 44 സൗണ്ട്സ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിലുള്ള ABCD അല്ലെ, ABCD പറയുന്ന പോലെ നമ്മുടെ കോണ്ടെക്സ്റ്റില് 44 കോണ്ടെക്സ്റ്റ് സിംബൽസ് ഉണ്ട്. 44 അതില് 20 വൊവൽസ് ആൻഡ് 24 കോൺസണന്റ് സൗണ്ട്സ് ആണ് ഉള്ളത്. അങ്ങനെയാണ് 44 സൗണ്ട്സ് വരാം. ഓക്കെ, ക്ലിയർ? നമുക്ക് ഈ കോണ്ടെക്സ്റ്റ് പറയുമ്പോൾ നമ്മുടെ വോക്കൽ ഓർഗൻസ് ഡിഫറെന്റ് പൊസിഷനിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. നാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് 44 സൗണ്ട് വരുന്നുണ്ട്. ഇതില് എന്തൊക്കെയാണെന്ന് പറഞ്ഞത്? 44 സൗണ്ട്സ് ഉണ്ട്. സൗണ്ട്സ് എന്നാണോ പറയാ, ലെറ്റേഴ്സ് എന്നല്ല പറയാ. 44 സൗണ്ട്സ്, നോട്ട് ലെറ്റേഴ്സ്. ഈ 44 സൗണ്ടില് കോൺസണൻസും വവൽസും ഉണ്ടോ? കോൺസണൻസ് ഉണ്ട്, വൊവൽസ് ഉണ്ട്. നമ്മുടെ ആൽഫബറ്റ്സിൽ പറയുന്ന പോലെ ആൽഫബറ്റ്സിൽ 26 ആൽഫബറ്റ്സ് ഉണ്ട്. അതില് എത്ര വൊവൽസ് ഉണ്ട്? അഞ്ച് വവൽസ് അല്ലേ? 5 വൊവൽസ് ഉണ്ട്. ബാക്കി 21 കൺസണൻസ്. 21 കോൺസണൻസ് ആൻഡ് 5 വൊവൽസ് ആണുള്ളത് നമ്മുടെ ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ, ആൽഫബറ്റ്സിൽ അല്ലെ. അത് ഇംഗ്ലീഷ് സബ്ജക്ട് അത് അവിടെ നിൽക്കട്ടെ. ഇങ്ങോട്ട് വരാണെങ്കിൽ കോണ്ടെക്സ്റ്റിന്റെ കേസില് കോണ്ടെക്സ്റ്റിന് ഇതേപോലെ തന്നെ ലെറ്റേഴ്സ് അല്ല എന്ന് മാത്രം, സൗണ്ട്സ് ആണ്. ഓക്കെ, 44 വവൽ അല്ല, 44 കോണ്ടെക്സ്റ്റ് സിംബൽസ് മീൻസ് സൗണ്ട്സ് ഉണ്ട്. അതില് 20 വൊവൽ ആൻഡ് 24 കോൺസണന്റ് സൗണ്ട്സ് ആണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ? 20 വവൽസും 24 കൺസണൻസ് അല്ലേ? ഇപ്പോ എ നമ്മുടെ സ്ക്രീനില് ലാസ്റ്റ് സെന്റൻസ് ഒന്ന് വായിച്ചേ. The letter A can be pronounced differently in the words. ഇങ്ങനെയാണ് ഈ പറയുന്ന ഈ ലെറ്റർ നമ്മള് ഈ മൂന്ന് വേർഡിലും പ്രൊണൗൺസ് ചെയ്യുന്നത് പല രീതിയിലാണ്. ആണോ? ആപ്പിൾ ആൻഡ് above. ആപ്പിൾ, above രണ്ടും രണ്ട് രീതിയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. സൗണ്ട് വ്യത്യാസമില്ലേ? ലെറ്റർ എ ആണെങ്കിലും സൗണ്ട് ഡിഫറെന്റ് ആണ്. ഓക്കെ, ഞങ്ങള് പറയുമ്പോ രണ്ടും ഒരേപോലെ വരിക. ഇനി നിങ്ങൾ കോണ്ടെക്സ്റ്റ് പഠിച്ചാൽ നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെ പറയും, കാരണം നമ്മൾ ശീലിച്ചു പോയല്ലോ. പക്ഷെ അറിഞ്ഞിരിക്കണ്ടേ എന്താണ്? ആപ്പിളിന് എങ്ങനെ പറയാ ടീച്ചറെ? ഏപ്പിൾ എന്നോ? വന്നിട്ട് നമുക്ക് പഠിക്കാം. അപ്പോ സൗണ്ട്സ് 44 ആൻഡ് 20 വൊവൽസ് ആൻഡ് 24 കോൺസണന്റ് സൗണ്ട്സ്. ഇനി 20 വൊവൽസിൽ തന്നെ പ്യുവർ വൊവൽസ് ഉണ്ട്, ഒരു 8 ഡിഫ്തോങ്സ് ഉണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. പ്യുവർ വൊവൽസിൽ തന്നെ ലോങ് വൊവൽസ് ഉണ്ട്, ഷോർട്ട് വൊവൽസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. സ്പീച്ച് സൗണ്ടിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ കോണ്ടെക്സ്റ്റില് ഓരോ വേർഡ്സ് പറയുമ്പോൾ ചിലപ്പോൾ സ്ട്രെസ് ചെയ്യേണ്ടി വരും, ചിലപ്പോ അത് എന്തെങ്കിലും സ്ട്രെസ് അല്ലാതെ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറയേണ്ടി വരും അല്ലെ. ഓരോ വേർഡ്സ് അങ്ങനെയാണല്ലേ, വ്യത്യാസമുണ്ട്. അപ്പൊ ആ പ്രൊണൗൺസിയേഷൻ വ്യത്യാസം വരും. നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ടത് ഏത് ലെറ്റേഴ്സിലാണ്, ഏത് സൗണ്ട്സിലാണെന്നൊക്കെ നമുക്ക് നോക്കേണ്ടി വരും. ഓക്കെ, ഇനി വൊവൽസിലേക്ക് വരാണെങ്കിൽ 20 വൊവൽസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ സൗണ്ട്സില് സ്പീച്ച് സൗണ്ട്സില് 20 വൊവൽസ് ഉണ്ട്. ഇതില് നമുക്ക് ഇപ്പോ നമ്മുടെ ഇംഗ്ലീഷില് AEIOU നമ്മൾ 5 എണ്ണം പറഞ്ഞു. നമുക്ക് എന്തെങ്കിലും മാറ്റം തോന്നിയോ? നമ്മളത് പറഞ്ഞപ്പോ നമുക്ക് എന്തെങ്കിലും നമ്മുടെ മൗത്തിൽ എന്തെങ്കിലും ഫീൽ ചെയ്തോ? നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ ഓർഗൻസ് ഏതൊക്കെ ഓർഗൻസ് നമ്മൾ വർക്ക് ചെയ്തു, അതിലെ മൂവ്മെന്റ്സ് എങ്ങനെയൊക്കെയാണ്? പ്രത്യേകിച്ച് മൂവ്മെന്റ്സോ കാര്യങ്ങളോ ഇല്ല അല്ലെ. AEIOU അല്ലേ? ആണോ? അതെ 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 അതെ, സിമ്പിൾ ആയി. പക്ഷെ ഇവിടെ 20 വൊവൽസ് ഉണ്ട്.
20 വൊവൽസിൽ ഞാൻ പറഞ്ഞു പ്യൂർ വൊവൽസ് ഉണ്ട്, ഡിഫ്തോങ്സ് ഉണ്ട്. ഈ പ്യൂർ വൊവൽസ് ഇപ്പൊ ഡിഫ്തോങ്സ് എന്ന് പറഞ്ഞു, പ്യൂർ വൊവൽസിനെ നമ്മൾ ഇടക്കല്ല മോണോഫ്തോങ്സ് എന്ന് പറയും, ഡിഫ്തോങ്സ് എന്ന് പറയും. പ്യൂർ വൊവൽ ഓർ മോണോഫ്തോങ് ഇങ്ങനെയാണ് പറയാ. പ്യൂർ വൊവൽ എന്ന് പഠിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. എന്താ വേറെന്താ നെയിം പറഞ്ഞത്? മോണോഫ്തോങ് മീൻസ് ഡിഫ്തോങ്ങിന്റെ അതേപോലെ തന്നെ പറയുന്നു മോണോഫ്തോങ്. MNOPHTHONG മോണോഫ്തോങ്. ഇപ്പോ നിങ്ങള് ഞാൻ ഇപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ ഇതെല്ലാം നോട്ട്ബുക്കിലൊന്ന് നിങ്ങളൊന്ന് വരച്ചു വെച്ചേക്കട്ടോ. ഞാനപ്പോ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് എഴുതിയെടുക്കാം. കോൺടെക്സ്റ്റ് എല്ലാം എഴുതുക കേട്ടോ. കോൺടെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് ക്ലാസിഫിക്കേഷൻ വരയ്ക്കുക. ഫസ്റ്റ് ഇത്രയും കാര്യങ്ങൾ എഴുതിക്കോളൂ. ഞാൻ പറയുന്നത് അതുപോലെ എഴുതും കേട്ടോ. കോൺടെക്സ്റ്റ് എഴുതി കൊടുത്തിട്ട് എഴുതുക. കോൺടെക്സ്റ്റില് 44 സൗണ്ട്സ് ഉണ്ട്. ക്ലാസിഫിക്കേഷൻ കൊടുത്താലും മതി, അതാണ് ഏറ്റവും സിമ്പിൾ. ക്ലാസിഫിക്കേഷൻ കൊടുത്താൽ മതി, ക്ലാസ് കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുക. ക്ലാസിഫിക്കേഷൻ നോട്ടില് വരച്ചു വെക്കുക, അല്ലെങ്കിൽ എഴുതാം. കഴിയുമ്പോ പറയാട്ടോ. ഓക്കെ. ഓക്കെ, നമ്മുടെ കോൺടെക്സ്റ്റില് നമ്മുടെ സ്പെല്ലിംഗ് അല്ല നോക്കുന്നത്, പ്രൊണൗൺസിയേഷൻ ആണ്. ഇംഗ്ലീഷിലും സ്പെല്ലിംഗ് ആണ് നോക്കുന്നത്. ഇംഗ്ലീഷ് വേറെ, കോൺടെക്സ്റ്റ് വേറെ കേട്ടോ. രണ്ടാണ്. ഇംഗ്ലീഷ് സ്പെല്ലിങ്സ് ആണ്, ലെറ്റേഴ്സ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നിട്ട്. കോൺടെക്സ്റ്റിലൊക്കെ വരുമ്പോ മെയിൻലി സൗണ്ട്സ് ആണ്, പ്രൊണൗൺസിയേഷൻ ആണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് നോട്ട് എഴുതാം കേട്ടോ. സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ പറയാം, കുറച്ച് ടൈം എടുക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാം. അത് വരച്ചു കഴിഞ്ഞു കേട്ടോ ടീച്ചറെ. കഴിഞ്ഞു, എല്ലാരും കഴിഞ്ഞു. മിസ്സേ കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞു നമ്മുടെ ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ 5 വൊവൽ സൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഈ 5 വൊവൽസിൽ നിന്നാണ് ഇവിടുത്തെ കോൺടെക്സ്റ്റിലെ 20 വൊവൽസ് വന്നിരിക്കുന്നത്. മനസ്സിലായോ? 5 വൊവൽസിൽ നിന്നാണ് 20 വൊവൽസ് ഇത് കിട്ടിയത് കോൺടെക്സ്റ്റില്. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പൊ there are 20 sounds in English. There are 20 vowel sounds in English. Among that, 12 pure vowels or monophthong and 8 are diphthongs. Monophthong in spelling വേണം അല്ലേ? Monophthong. Okay. ഒന്നുകൂടെ പറയൂ മിസ്സേ സെന്റൻസ്. There are 20 vowel sounds in English. Among that, 12 are pure vowels or monophthong and 8 are diphthongs. അത് എഴുതിക്കൊന്നില്ല കേട്ടോ, ഞാൻ ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് പറയുന്നേ. ക്ലാസിഫിക്കേഷൻ ഉണ്ട് അത്. വൊവൽസിനെ 20 വൊവൽസിനെ 12 പ്യുവർ വൊവൽസ് ആയിട്ടും 8 ഡിഫ്തോങ്സ് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അതിൽ തന്നെ പ്യുവർ വൊവൽസിൽ തന്നെ എന്താണ് ലോങ് വൊവൽസ് ആൻഡ് ഷോർട്ട് വൊവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
അപ്പൊ ക്ലാസിഫിക്കേഷൻ മനസ്സിലായല്ലോ, ക്ലിയർ അല്ലേ? നമുക്ക് കുറച്ചുകൂടി ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നുന്നത് വോവൽ സൗണ്ട് ആണ്. കോൺസണന്റ് സൗണ്ട് ഈസി ആണ്, സിമ്പിൾ ആണ്, നമ്മുടെ നോർമൽ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് പഠിക്കുന്ന പോലെ തന്നെയാണ്. അതുകൊണ്ട് കോൺസണന്റ് സൗണ്ട്സ് വലിയ ക്ലാസിഫിക്കേഷൻ കാര്യങ്ങളൊന്നും വരുന്നില്ല. മനസ്സിലായോ? റൈറ്റ് സൈഡ് ആണ് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ട് വോവൽസ്, പ്യുവർ വോവൽസ്, ലോങ് വോവൽസ് എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ വോവൽസ് ആണ് പ്രൊണൗൺസ് ചെയ്യാൻ കുറച്ചുകൂടെ ടഫ്. ഓക്കെ, അപ്പൊ ക്ലാസിഫിക്കേഷൻ മനസ്സിലായാലോ, ക്ലിയർ അല്ലേ? ഇപ്പൊ ഞാൻ ഇതുവരെയും പറഞ്ഞ എല്ലാ കാര്യങ്ങളും ക്ലിയർ അല്ലേ? ക്ലിയർ. ഇനി നമുക്ക് കുറച്ച് നോട്ട്സ് എഴുതാം. നിങ്ങളിപ്പോ ഏത് സ്ക്രീനാണ് കാണുന്നത്? പറയൂ. ഏതൊക്കെയൊരു ഭാഷ? 8, 9 എന്നൊക്കെയുള്ള ലോങ് വവൽസ്. ഏതൊക്കെയാണ് കാണുന്നത്? പറയൂ. വവൽസ് ആണോ? വവൽസ്, ലോങ് വവൽസ്, AEIOU. ലോങ് വവൽസ് ആണ് കാണുന്നത്. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. നോക്കാം, കാണാട്ടോ. ഇപ്പൊ നിങ്ങൾ എന്താ കാണുന്നത്? ഇപ്പൊ ഒരു നോട്ട്സ് എഴുതിയതാണ് കാണുന്നത്. ഇത് ഇങ്ങനെ എഴുതിയില്ലെങ്കിൽ ശരിയാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. കറക്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതണം, ഞാൻ പറയുന്നതല്ല. ഇതില് ഞാൻ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞു വോവൽസിനെ പ്യുവർ വോവൽ ആയിട്ടും ഡിഫ്തോങ്സ് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്യുവർ വോവൽ ആണ്. ഓക്കെ, ആ ആ ഈ നമ്മുടെ മലയാളം പോലെ ഇത് വായിക്കാം. ഓക്കെ, മലയാളം ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ ലെറ്റേഴ്സ് എല്ലാം എഴുതിയെടുത്തോളൂ. അപ്ലോഡ് ചെയ്യണോ എഴുതിയെടുക്കണോ? ചെയ്യണം. എഴുതിയെടുക്കണം. ഇതിൽ ഊ എഴുതുമ്പോ ഇങ്ങനെ തന്നെ ഊ ഇങ്ങനെ എഴുതിക്കോളൂ. പക്ഷെ ഒറിജിനൽ ഞാൻ കാണിച്ചുതരാം. ഇത് ഞാൻ എഴുതിയത് കൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വരാം. കറക്റ്റ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ജസ്റ്റ് കറക്റ്റ് ചെയ്യാം. മിസ്സേ, ഫസ്റ്റ് എഴുതിയ ആ ഒരു സാധനമല്ല, ഫോണറ്റിക്സ് ഇല്ലേ, അത് വന്നിട്ട് എ ആണോ? നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ എ ആണോ? അതോ വെറുതെ ജസ്റ്റ് ആരോ മാർക്ക് പോലെ ഇട്ടതാണോ? വെറുതെയാണ്. നടുക്ക വര വരയ്ക്കരുത്. എക്ക് നമ്മൾ നടുക്കൊരു വര വരയ്ക്കേ, അത് വേണ്ട. ജസ്റ്റ് 2 വര. എ. ഓക്കെ, എ ഇല്ല, എ അല്ല, ജസ്റ്റ് 2 വര. ഒരു നമ്മുടെ വീടിനൊക്കെ വരക്കണമെങ്കിൽ. ഓക്കെ, എന്നാ പറയാട്ടോ. ഇത് എഴുതിയെടുക്കട്ടെ. ആ സൈഡിലുള്ള വര അതേപോലെ തന്നെ ഇടണം അല്ലേ? അതിന് പറയുന്നതാണ് സ്ലാൻഡർ ലൈൻ. സ്ലാൻഡർ ലൈൻ. ആ ലൈൻ ഇമ്പോർട്ടന്റ് ആണ്. ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട് സ്ലൈഡ് സ്ലാൻഡർ. സ്ലാൻഡർ ലൈൻ ആണ്. അത് ഫുൾ സ്റ്റോപ്പ് വരുമ്പോഴൊക്കെ നമ്മൾ ഈ സ്ലാൻഡർ ലൈൻ എടുക്കും. അതായത് അത് വരെ എങ്ങനെയാ, ഇതാണ് സ്ലാൻഡർ ലൈൻ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫുൾ സ്റ്റോപ്പ് ആണെങ്കിൽ ഡബിൾ ലൈൻ ഇടും. ദെൻ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വരണം കേട്ടോ. ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ 2 ലൈൻ ഇടണം. അതാണ് ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, പിന്നെയും അടുത്ത സെന്റൻസ് തുടങ്ങുമ്പോൾ പിന്നെ എഴുതി പോകണം. ഫുൾ സ്റ്റോപ്പ് അല്ല, നമ്മൾ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യില്ല. സെന്റൻസ് നടുക്ക് സ്റ്റോപ്പ് വരില്ല. അവിടെയാണ് 2 ലൈൻ ഇടാം. സെന്റൻസ് ഫുൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സ്ലാൻഡർ ലൈൻ മാത്രം.
അങ്ങനെയാണ് ഫോണിക്സ് എഴുതേണ്ടത്. പെട്ടെന്ന് എഴുതിയെടുക്കാം. എന്തായാലും ഞാനത് അപ്ലോഡ് ചെയ്യാൻ പറ്റും നോക്കാം. അപ്ലോഡ് ചെയ്യാം കേട്ടോ, എന്തായാലും ചെയ്യാം. ഓക്കെ. അല്ല ക്ലാസിഫിക്കേഷൻ മൂന്നാമത്തെ എന്താ ടീച്ചറെ എക്സ് പോലുള്ളത്? ഏതാണ്? ആ, അത് നിങ്ങൾ എഴുതേണ്ടത് രണ്ടിടാം. രണ്ടില്ലേ, നമ്മൾ രണ്ടിങ്ങനെ ഉള്ളിലേക്ക് രണ്ട് രണ്ട് ഈ എഴുതിയ പോലെ ഉണ്ട് കാണുമ്പോ, അതുപോലെ ഏതുണ്ട്? രണ്ടും ഈയും കൂടെ ഒരുമിച്ച് എഴുതാം, അത്രേ ഉള്ളൂ. രണ്ട് ഈ അല്ലേ? ആ, രണ്ടും ഈയും കൂടെ നമ്മൾ ഒന്നിച്ച് എഴുതില്ലേ, അങ്ങനെ എഴുതാം. കേഴ്സി റൈറ്റിംഗ് പോലെ എഴുതല്ലേ? അതായത് ഇങ്ങനെ രണ്ടിട്ട് ആ രണ്ടിന്റെ ഉള്ളിൽ കൂടെ തന്നെ ഈ ഇല്ല. കുറച്ചുകൂടെ സൂം ചെയ്യണോ ഞാൻ? അല്ല വേണ്ട. ഇതിന്റെ സൗണ്ട് എന്താണ് അപ്പോ? അവിടെ ഒന്നും എഴുതിയിട്ടില്ല മലയാളത്തില്. അതിന് സൗണ്ട് ഒരു പ്രത്യേകതര സൗണ്ടാണ്, അത് മലയാളത്തിൽ എഴുതാൻ പറ്റില്ല, അതുകൊണ്ട് എഴുതാൻ. ഈ ഫോണിക് സൗണ്ട് എന്തിനാ ടീച്ചറെ യൂസ് ആകുന്നത്? എന്തോ ഈ ഫോണിക് സൗണ്ട്സ് എന്തിനാ യൂസ് ആകുന്നത്? ഓക്കെ, മനസ്സിലായില്ല. എന്തിനാണ് ഉപയോഗിക്കുന്നത് ഫോണിക് സൗണ്ട് എന്ന്? സൗണ്ട് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നോ? ക്വസ്റ്റ്യൻ. നമ്മള് സംസാരിക്കുന്ന ഇംഗ്ലീഷിലാണ് ഈ സൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മള് മലയാളത്തിന്റെ സഹായത്തോടെയാണ് ഇത്രയും നാൾ ഇംഗ്ലീഷ് പ്രൊനൗൺസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഫോണിക്സ് ആണ് മെയിൻ. ഫോണിക്സിന്റെ സഹായത്തോടെ മാത്രമേ നമുക്ക് ഇംഗ്ലീഷിലെ ഓരോ വേർഡും പ്രൊനൗൺസ് ചെയ്യാൻ പറ്റൂ. അങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട രീതി. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്, ഇതാണ് വ്യത്യാസം. എഴുതി കഴിഞ്ഞോ? ഞാൻ ഈ നോട്ടിൽ തന്നിരിക്കുന്ന വേർഡ്, ലെറ്റേഴ്സ്, വൊവൽ സൗണ്ട്സ് കറക്റ്റ് ആണ് എന്ന് നിങ്ങളുടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് തന്നെ കിട്ടും. ഇതിന് ലെറ്റേഴ്സ് ഒക്കെ കിട്ടും. ഓക്കെ, അങ്ങനെ വെച്ച് കമ്പയർ ചെയ്തിട്ട് എഴുതാട്ടോ. ഞാൻ എഴുതി ചിലപ്പോൾ കറക്റ്റ് ആണോന്നില്ല, കാരണം ഓരോരുത്തർ എഴുതുന്ന സ്റ്റൈൽ വ്യത്യാസമില്ലേ. ഓക്കെ, മിസ്സേ ഫോണിറ്റിക്സ് എക്സാമിന് വരുമോ മിസ്സേ? ഒരിക്കലും മുകളിലോട്ട് പ്രാക്ടിക്കൽ ആണത്, പ്രാക്ടിക്കൽ. ഓക്കെ. ഉഷാറാണ്. ഈ ക്ലാസ്സിൽ ഉണ്ടാവാറുണ്ടോ? ആ ഉണ്ട് ഉണ്ട്. കുറെ നാളായി കണ്ടിട്ട്. എവിടെയായിരുന്നു? ക്ലാസ്സിൽ കയറാറില്ലല്ലോ. ഉണ്ട്, മോളെ പേരായിരുന്നു ഇത്രയും നാളുണ്ടായത്, അവനി രാജ്. അപ്പൊ അത് മാറ്റി. നിങ്ങൾ ഈ പല അക്കൗണ്ടിൽ നിന്ന് കയറണോണ്ട് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ വേറെ ക്ലാസ്സിൽ ഇങ്ങനെ പോയി പറഞ്ഞു, പക്ഷെ പറഞ്ഞു വേറെ മോളുടെ അക്കൗണ്ട്. ദിവ്യ എന്താ പറഞ്ഞു? ദിവ്യക്ക് എപ്പോഴും റേഞ്ച് ഉണ്ടാവില്ല. ആ, ദിവ്യക്ക് റേഞ്ച് ഇല്ല. മിസ്സേ ഡി ഇല്ലേ, ഡി മറ്റേ ഡി പോലെ എഴുതിയേക്കണ ഓ, ഒപ്പീനിയൻ, ഹോട്ട്, അത് ബാക്കി എന്താ എഴുതിയേക്കണേ? ഓഫ് ആക്കോ, അതാണോ? ഓഫീസ്, ഓഫീസ് ആണ്, ഓഫീസ്. OFFIC. ഓഫീസ്, ഓക്കെ, നോട്ട് ഓഫീസ്. മിസ്സേ കേൾക്കുന്നുണ്ടോ? മിസ്സിനൊക്കെ കേൾക്കുന്നുണ്ടോ? അപ്പത്തിന് മിസ് അവിടെ നിന്ന് പോയില്ലേ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. അല്ല, ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരോ? ഓ എഴുതിയിട്ടില്ലേ? ഒപ്പീനിയൻ, ഹോട്ട്, ഓഫീസ്, അതില് മറ്റേ സ്ലാൻഡിങ്ങിന്റെ ഉള്ളിൽ എന്താവോ? ഡി പോലെ എഴുതിയിട്ടുണ്ട്. ആ, ഇത് ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് മറന്നുപോയി. ഇത് എങ്ങനെ തന്നെയാണോ ടീച്ചർ എഴുതേണ്ടത്? ഓ എന്നുള്ളവിടെ എങ്ങനെ വളഞ്ഞിട്ടുള്ള ഒരു ഡി ആണോ എഴുതേണ്ടത്? ആ ഡി എഴുതുന്നതേ ഒരു ജസ്റ്റ് ഒരു പൊടിക്കുക, കുരുപ്പ് മുകളിലോട്ട് ഇടാം. കറക്റ്റ് ഡി പോലെ എഴുതിയത്.
വര കുറച്ച് നീട്ടി ഒരു ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് ഒന്ന് വളച്ചിട്ട് ഒന്ന് വീഴ. ചട്ടിയുടെ മുകളിൽ ഒരു കുനുക്ക് കണ്ടോ? കണ്ടോ? കണ്ടു കുറച്ച് നീട്ടിയില്ല. ഇത് ഞാൻ പറഞ്ഞുതരാം, ഞാൻ ഒറിജിനൽ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് തൽക്കാലം എഴുതി എടുക്കുകയായിരിക്കും. ഒറിജിനൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് കഴിഞ്ഞു ടീച്ചറെ, ഇത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞു. ഇനി ഡിഫ്തോങ്സ് കൂടെ എഴുതും. ഇപ്പൊ എഴുതിയത് മുഴുവൻ പ്യുവർ വവൽസ് അല്ലേ? പ്യുവർ വവൽസിലേക്ക് കൊടുക്കാം. നെക്സ്റ്റ് ഡിഫ്തോങ്സ് ആണ്. ഡിഫ്തോങ്സിൽ നമ്മൾ പ്യുവർ വവൽസിൽ വന്നിരിക്കുന്നതും രണ്ടും കൂടെ മിക്സ് ചെയ്താണ്. മനസ്സിലായോ? രണ്ട് ലെറ്റേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. സ്ട്രെസ് അല്ല, ഗ്ലൈഡ്സ് വരും എന്നാ പറയുന്നത്. അത് പ്രൊണൗൺസ് ചെയ്യുന്നത് മനസ്സിലാവും. എന്നെ കൂടെ പ്രൊണൗൺസ് ചെയ്യാട്ടെ എല്ലാവരും. മൈക്ക് ഓഫ് ചെയ്തിട്ട് പ്രൊണൗൺസ് ചെയ്യാം. മൈക്ക് ഓൺ ചെയ്യണ്ട, ലാസ്റ്റ് കലബിലെ സൗണ്ട് ആയിരിക്കും. ടീച്ചറെ ആ നോന്ന് പറയാ, അത് എങ്ങനെയാ പറയാ ആ നോന്ന്? ഏ ഓ നോ. ഇംഗ്ലീഷുകാരൊക്കെ സംസാരിക്കുമ്പോ നോ പറയില്ല, അതുപോലെ അല്ലേ? അവരെ കോപ്പി പേസ്റ്റ് ചെയ്യാം. അവരതൊക്കെ എങ്ങനെയാണ് പറയുന്നത്, നമ്മൾ അങ്ങനെയല്ല. നമ്മളങ്ങനെ പറഞ്ഞ പൊങ്ങച്ചാന്ന് പറയണ്ടേ മിസ്? അത് സത്യമാണ് കേട്ടോ. നമ്മൾ അങ്ങനെ പറഞ്ഞ എല്ലാരും ഇംഗ്ലീഷുകാർ വന്നിരിക്കണോ പറയും. നമ്മൾ ആദ്യം കോണ്ടെക്സ്റ്റ് പഠിപ്പിച്ചിട്ടില്ല, നമ്മൾ ലെറ്റേഴ്സ് പഠിപ്പിച്ചു. പക്ഷെ മലയാളം സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഒരു ഇംഗ്ലീഷ് വന്നാൽ തന്നെ പറയും പൊങ്ങച്ചു വന്നത്. അല്ല, ഇതിപ്പോ നമ്മള് ഫോറിൻ കൺട്രീസിലൊക്കെ പോണ സമയത്ത് ഇങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആവും. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാം ഇത് ഇന്ത്യക്കാരനാണ്, അതാണ് ഇങ്ങനെ സംസാരിക്കുന്നത് പറയും. പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മലയാളികൾ പെട്ടെന്ന് ചെയ്യാം. എഴുതി കഴിഞ്ഞോ? മിസ് കുറച്ചുകൂടി ലാസ്റ്റ് വണ്ണിന്റെ മോളത്തെ അതെങ്ങനെ എഴുതുക? അത് നമ്മുടെ നമ്മുടെ ടെക്സ്റ്റിലെ കണ്ടിട്ടില്ലേ എ എഴുതുന്ന രീതി? അതായത് സ്മോൾ ലെറ്റർ എ അല്ലാതെ ഒരു വേർഡ് എ എഴുതില്ലേ? മനസ്സിലാവുന്നുണ്ടോ? ആ എ എഴുതാം. അല്ല, അതിന് മിസ് ആ എ എഴുതണേന്റെ കുറച്ച് ഇങ്ങോട്ട് വരയുണ്ടോന്ന് ചോദിച്ചതാ. ഞാൻ പറഞ്ഞില്ല, ഒറിജിനൽ ഞാൻ കാണിച്ചുതരാം. ഒറിജിനൽ ഇപ്പൊ ഷെയർ ചെയ്തിട്ട് ഈ നോട്ട് പോകും. മിസ് പൂവറിന്റെ ഇരുത്തില്ല എന്താ? Sure. Sure. Pure. S-U-R-E. Sure. Pure. Sure. Pure. Pure. എന്റെ കഴിഞ്ഞു കേട്ടോ. പെട്ടെന്ന് എഴുതാനാണ്. 2:30 വരെയാണ് കറക്റ്റ് ടൈം നമ്മുടെ. Pure 3:30 വരെ പോകുന്നത്. കഴിഞ്ഞു മിസ്സേ. കഴിഞ്ഞു. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് തുടങ്ങിക്കോളൂ. പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ്? ഓക്കെ, സൺ, ഫൺ, മാത്രമേ ഉള്ളൂ, നോട്ട് ആ. ഓക്കെ, പറഞ്ഞോളൂ. വെച്ചിട്ട് ഏതൊക്കെ ലെറ്റർ വേർഡ്സ് ഉണ്ട്?
ഇപ്പൊ നമ്മുടെ എ പറയില്ലേ, അത് എങ്ങനെയാണ്? നോട്ട് എ, അത്രേ ഉള്ളൂ. എപ്പേ അപ്പേ അപ്പേ, നോട്ട് എപ്പേ അപ്പേ, മനസ്സിലായല്ലോ? അപ്പേ. ഫൺ സമ്മർ സമ്മർ. ഇവിടെ ആ സൗണ്ട് ആണ് ഫോക്കസ് ചെയ്യുന്നേ. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആ കിട്ടിയല്ലോ. ഇനി ആമി. ഓക്കെ, ആമി, ആമി, ആൾ, ആജ്. ഓക്കെ, എനിക്ക് കിട്ടി. ക്ലിയർ? റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. എനിക്ക് റെസ്പോണ്ട് ഈ ഔട്ട് എന്ന് പറയുന്നത് നമ്മൾ ഔട്ട് എന്നല്ലേ സാധാരണ പറയാ, പക്ഷെ ആ ഔട്ട് എന്ന് പറയണം അല്ലേ? റായ് ഇങ്ങനെയല്ല കേട്ടോ. ആത്മോ എങ്ങനെ ടീച്ചർ പറഞ്ഞു? റാ ഞാൻ പറഞ്ഞു, നമുക്ക് ഈ റാ വരുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാറ്. ഇതിൽ ആ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യൂ, ഫസ്റ്റ് ലെറ്റർ മാത്രം. അതാണ് ഇപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രൊണൗൺസ് ചെയ്യുന്നത്. അല്ല, OUT ഔട്ട് എന്നുള്ളതല്ലേ, അതെങ്ങനെ പ്രൊണൗൺസ് ചെയ്യാ? ഔട്ടോ? ഔട്ടാണോ? ആർട്ടാണത്. ആർമി, ആർട്ട്, ആർട്ട്. ഓക്കെ, അപ്പൊ രണ്ട് വേർഡ്സ് ഇപ്പൊ നോക്കി. നെക്സ്റ്റ് ആപ്പിൾ, ആപ്പിൾ, ആപ്പിൾ എന്ന് പറയുന്നത് നോട്ട് ആപ്പിൾ. ആയല്ല, മുകളിൽ കൊടുക്കുന്ന രണ്ട് ആയും അല്ല ആപ്പിൾ യൂസ് ചെയ്യാം. മാൻ, മാൻ, ആട് കറിയില്ലേ, ആ ഒരു സൗണ്ട് വരും. ആ ഈ സൗണ്ട് രണ്ടും കൂടി കേറി വരണം. ഓക്കെ, ആപ്പിൾ, മാൻ, ആങ്കർ, ആങ്കർ, ബാങ്ക്, നോട്ട് ബാങ്ക്, ആങ്കർ, നോട്ട് ആങ്കർ, നോട്ട് മാൻ, നോട്ട് ആപ്പിൾ. ആപ്പിൾ, ആപ്പിൾ, മാൻ, ആങ്കർ, ബാങ്ക്, നോട്ട് ബാങ്ക്. മുകളിലത്തെ രണ്ട് ആയും അല്ല നമ്മളോട് പ്രൊണൗൺസ് ചെയ്യുന്നത്, മനസ്സിലായല്ലോ? ക്ലിയർ? പറഞ്ഞു നോക്കാം, പ്രാക്ടീസ് ചെയ്യാം, കേട്ട് നോക്കാം കേട്ടോ. അപ്പൊ വേർഡ് സെർച്ച് ചെയ്യാം, കേൾക്കാം. ജസ്റ്റ് ഇ ആണ്. Which, different, sit, hit, just E. Okay, E. That's all. E, not E. Igloo. Igloo. Okay. Yeah. Indo. Third. E. E എങ്ങനെയാ? Eat, see, sleep, heat. Okay. Sheep, deal. E ഇങ്ങനെ പോകും. E. Clear? ഇതില് ക്ലാസിഫിക്കേഷനില് വേറൊരു കാര്യം ഞാൻ പറയാം. നെക്സ്റ്റ് ഓ ഷുഗർ, ഷുഗർ. ഓ ജസ്റ്റ് മാത്രമേ ഉള്ളൂ. ഷുഗർ, ഗുഡ്, ഗുഡ്, ഗുഡ്. ഓക്കെ, ഗുഡ്, ഗുഡ്. ജസ്റ്റ് മാത്രം. ഇനി ഫുഡ്, ഫുഡ്. നമ്മൾ എപ്പോഴും തെറ്റിക്കുന്ന ഒരു കാര്യം ഫുഡ്, ഫുഡ്. ഷീസ് എ ഫുഡി, ഷീസ് എ ഫുഡി എന്നാ പറയാ. അവള് ഫുഡി ആണെന്ന് പറയില്ല, ഫുഡി ആണ്. അപ്പൊ കറക്റ്റ് ഫുഡി, ഫുഡി. ഫുഡ് അല്ല, ഫുഡ്. ക്ലിയർ? ഫുഡ്, ഗുഡും ഗുഡും അതേപോലെ പറയാറില്ലേ? ഗുഡ് എന്ന് പറയില്ലേ ചിലപ്പോ? ഗുഡ് ആണ്, ഗുഡ് അല്ല, ഗുഡ്. ഓക്കെ, ഡൗട്ട് വരുമ്പോ പ്രൊണൗൺസിയേഷൻ കേൾക്കുക. ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പ്രൊണൗൺസിയേഷൻ കിട്ടും, കേൾക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല പല സൗണ്ട് വരുന്നത് കേട്ടോ. അപ്പൊ പൂ വരെ ഓക്കെ. ഷുഗർ, ഷു, ഷു, ഷു വരും. കോൺഫിഡൻസ് സൗണ്ട് എടുക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. പറഞ്ഞുതരാം. നെക്സ്റ്റ് ഒപ്പീനിയൻ. ഓക്കെ, ഒപ്പീനിയൻ. ജസ്റ്റ് ഒപ്പീനിയൻ. ഹോട്ട്, not hot, hot. Office, not office, office. Okay, opinion. പക്ഷെ നമ്മൾ ഇതുവരെ ഓഫീസ് എന്നാണ് പറയാ, ഓഫീസ് അങ്ങനെ പറയാ. പിന്നെ അതേപോലെ ഹോട്ട് എന്നല്ലേ പറയാ, ഹോട്ട് എന്നാ പറയാൻ പറ്റുള്ളൂ അല്ലേ? Hot, hot here, hot here. Office. Okay,
office. That's all. Next, orange, orange, over. Okay, orange, over. Then auto. Yeah. Then ഓറഞ്ച് എങ്ങനെ പറയാ? ഒരു മിനിറ്റ്. ഓറഞ്ച് എങ്ങനെ പറയാം? orange, orange. ഓന്റെ കൂടെ ആയും കൂടി വരുന്ന പോലെ തോന്നി. ഇപ്പോ നമ്മളിപ്പോ ഇതെല്ലാം വവൽസ് ആണ്, പ്യുവർ വവൽസ് ആണ്. ഇപ്പൊ കാണുന്ന ഈ ഓറഞ്ച് എന്ന് പറയുന്ന വേർഡില് നമ്മളിപ്പോ പ്രൊനൗൺസ് ചെയ്ത് ആ ഫസ്റ്റ് ലെറ്റർ മാത്രമാണ്, ഓ എന്ന് ആ ലെറ്റർ മാത്രമാണ് ഇപ്പൊ പഠിക്കുന്നത്. ഇനി പഠിക്കാനായിട്ട് അതിൽ ആറുണ്ട്, ജി ഉണ്ട്, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. മനസ്സിലായോ? ആരെങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യുക, അതെല്ലാം പഠിക്കാനുണ്ട്. ഇതെല്ലാം പഠിച്ചാൽ മാത്രമേ ഒരു വേർഡ് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റൂ. അത് ഈ വവൽ മാത്രം പഠിച്ചുകൊണ്ടായില്ല. ഓക്കെ, yeah. Then A, elephant, 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 not elephant, elephant, pet, cat. Okay, simple ആണ്. നെക്സ്റ്റ് രണ്ടെണ്ണത്തിനെയും എനിക്ക് എഴുതാൻ പറ്റുന്നില്ല, അതെങ്ങനെ എഴുതാം? feather, feather. അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പാർട്ടാണ് അവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ആ ഈയുടെ അവിടെയാണ് നമ്മൾ സ്ട്രെസ് കൊടുക്കുക. feather, feather, mother, brother. Okay, feather. ആ feather അവിടെയാണ് ആ സൗണ്ട് വന്നിരിക്കുന്നത്, ആ അണ്ടർലൈൻ ചെയ്ത പോർഷൻ. ഓക്കെ, മിസ് ഇതിൽ ഫെദർ വരും. ഫെദർ പറയാം. THE വരുന്നെല്ലാം പറയാം. feather പറയാം. not da. feather നമുക്ക് പുറത്തോട്ട് വരും. feather and mother. not തായല്ല, നമ്മൾ പഠിക്കുന്ന തായല്ല ഇവിടെ വരുന്നത്. ഇതാണ് വ്യത്യാസം. ഓക്കെ, feather, feather, mother, brother, feather എന്നൊക്കെ പറയാം. feather. ഓക്കെ, then next girl, girl, bird, curd. നിങ്ങൾ കൂടെ പറയുന്നുണ്ടോ? കൂടെ പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന എവിടേക്കോ ഒക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ലോഡ് പറയോ? ജീസസ്, ദൈവം, ലോഡ്, LORD. ലോഡ് പറയില്ല, ലോഡ് വ്യത്യാസം. ഇത് നമ്മൾ എങ്ങനെയാ പറയാ? ഗേൾ. നിങ്ങൾ പറഞ്ഞു നോക്കി, നിങ്ങളുടെ മൗത്തിൽ വ്യത്യാസം വരും. ഗേൾ, ആ നാക്ക് പോയി മുകളിൽ പോയി ടച്ച് ചെയ്യുന്നത്. ഗേൾ, വേർഡ് കണ്ടോ, ഓപ്പൺ ആകും നമ്മുടെ മൗത്ത്, ആ പോർഷൻ ഓപ്പൺ ആകുന്നത്. ഗേൾ, ഗേൾ. ലോഡിന് അത്രയും നമ്മൾ ഇവിടെ എന്നുള്ള സൗണ്ട് അല്ലേ? ആണോ? ഗാർഡ് പറയില്ല, ഗാർഡ്, സെക്യൂരിറ്റി ഗാർഡ്, അത് വരും. മനസ്സിലായോ? പ്രാക്ടീസ് ചെയ്യാട്ടോ. എനിക്ക് ഞാൻ പറയാം, എനിക്ക് ഇവിടുത്തെ പറഞ്ഞു തരത്തേക്ക് ഒരു പരിധി ഉണ്ട്. എന്തോ ലക്ഷ്മി എന്താ ചോദിച്ചേ? ഇല്ല, മനസ്സിലായി എന്ന് പറഞ്ഞതാ. മനസ്സിലായി. ഓൺലൈൻ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടല്ലേ നമുക്കത് പറയുന്നത്. എനിക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് പോലും എനിക്ക് അറിയാൻ പറ്റില്ല. ഓക്കെയാണോ നിങ്ങള്? ഓക്കെയാണ് ടീച്ചറെ. ഇപ്പൊ പറഞ്ഞില്ലേ ഗേൾ, ബേർഡ് എന്നൊക്കെ പറഞ്ഞില്ലേ, അവിടെ ഏത് സൗണ്ടിനാണ്? എന്നുള്ള സൗണ്ടിനാണോ? അതിനു മുമ്പ് പറഞ്ഞ ഫാദർ, മദർ എന്നുള്ളവിടെ ദ എന്നുള്ള സൗണ്ട് അല്ലേ? ഇത് അപ്പൊ പ്യുവർ വവൽ ഓക്കെ അല്ലേ? പ്രാക്ടീസ് ചെയ്യാം, മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ തന്നെ റെഫർ ചെയ്ത് കണ്ടുപിടിച്ച് പഠിക്കാം. ഓക്കെ, ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രം കേട്ടോ. ഓക്കെ ടീച്ചർ, A മുതൽ Z വരെയുള്ള ലെറ്ററിന്റെ സൗണ്ട് ഒന്ന് പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ ലാസ്റ്റ് വവൽസ് ആണ് കേട്ടോ, കോൺസണന്റ് സൗണ്ട് ആണ്. അത് വവൽസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഡിഫ്തോങ്സ്. ഡിഫ്തോങ്സ് നമ്മൾ നേരത്തെ പഠിച്ച വവൽസിന്റെ ഏതെങ്കിലും ലെറ്റേഴ്സ് ഉണ്ട്, മിക്സ് ചെയ്തിട്ടുള്ളതാണ്. രണ്ട് സൗണ്ട്സ് വരുന്ന എ കണ്ടോ, എ ഉണ്ട്, ഇ ഉണ്ട്. എയും ഇയും കൂടെ മിക്സ് ചെയ്യണം. എ, അപ്പൊ ഒരു സൗണ്ട് വരും. ഓക്കെ, ഇവിടെ എ കണ്ടോ, ഇവിടെ എ ഉണ്ട്, ദെൻ ഇവിടെ ഇ കണ്ടോ, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്ന സൗണ്ട് ആണ് വന്നിരിക്കുന്നത്. എ,
angel. കണ്ടോ angel. അങ്ങനെ സൗണ്ട് എടുക്കുക angel. eight കണ്ടോ A E രണ്ടും കൂടെ വരണം. Next oil. Okay, oil. Oil, boy, soil, coin. O and E. ഓയും ഈ കൂടെ മിക്സ് ചെയ്യാം ഓയിൽ. ആ സൗണ്ടാ വരാം ഓയിൽ. ഓക്കെ then I അറിയാലോ I my fine my I ആ സൗണ്ട് I okay I. Next ear E and A ear അല്ലെ ear here dear ear a sound ear a sound ട്ടോ ear. Then air fair hair air A and ya a sound. Then poor sure okay poor who are you poor. And owl I and O owl bowl proud owl okay bowl proud owl a sound owl. And owl A O അതെങ്ങനെയാ വരാ owl now or no now അവിടെ now ഇതിൽ A പറയാൻ now cow okay now cow and cow എന്ന് പറയാം. C കായാണ് G ഗായാണ് അത് വ്യത്യാസമുണ്ട്. ഓക്കെ cow you can go now പറയാം you can go now പോകാം you can go now. cow ആണെങ്കിൽ cow അത് ക ഇത്രയും ഡിഫ്തോങ്സ് പറഞ്ഞപ്പോ നമ്മുടെ മൗത്തിൽ ഒരുപാട് ലൈൻസ് വന്നു അല്ലെ. ഇനിയാണ് ഇത് രണ്ടും കിട്ടിയോ നിങ്ങൾക്ക് വവൽസ് ആൻഡ് ഡിഫ്തോങ്സ് കിട്ടിയോ? പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് അല്ലാതെ ശരിയാവില്ല. അപ്പൊ അത് സെറ്റാണ്, അത് കിട്ടി. നെക്സ്റ്റ് ഇപ്പോ നമ്മള് ഇത്രയും വവൽസ് പഠിച്ചു. ഇതില് വവൽസിൽ തന്നെ ഇപ്പൊ നമ്മൾ പഠിച്ചത് വവൽസ് ആണ്. വവൽസില് പ്യൂർ വവൽസ് പഠിച്ചു, ഡിഫ്തോങ്സ് പഠിച്ചു. ഓക്കെ, ഇനി പ്യൂർ വവൽസില് ലോങ് വവൽസ് ഉണ്ട്, ഷോർട്ട് വവൽസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ലോങ് വവൽസ് എന്തൊക്കെയാണെന്ന് അറിയോ? ഈ ലോങ് ആയിട്ട് പറയില്ലേ, ഈ ഇതൊക്കെയാണ്. ഓക്കെ, ഓറഞ്ച് കുറച്ച് നീട്ടി പറയുന്നത് ലോങ് വവൽസ് ആൻഡ് പിറ്റ് സിറ്റ് ഷോർട്ട് ആക്കി പറയുന്ന വവല് ഷോർട്ട് വവൽ. ഓക്കെ, ഇതാണ് ലോങ് വവൽ. മീറ്റ് ഇത് ഞാൻ പറയാട്ടോ. ഡോൾ, ഗേൾ ആൻഡ് ടു ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ലോങ് വവൽസ് ആണ്. നമ്മൾ നീട്ടി പറയുന്നതാണ് ലോങ് വവൽസ്, ഷോർട്ട് ആക്കി പറയുന്നത് ഷോർട്ട് വവൽ. ഇതുവരെ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? വാട്ട് സ്റ്റേറ്റ് എന്നത് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ വവൽസ് പോർഷൻ കഴിഞ്ഞു. നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഈ സൈഡ് ഓക്കെയാണ്. വവൽസ്, പ്യൂർ വവൽസ്, ഡിഫ്തോങ്സ്, ലോങ് വവൽസ്, ഷോർട്ട് വവൽസ്, ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. കോൺസണൻസ് ആണ്. ഇപ്പൊ നിങ്ങൾ നോക്കി, ഇതാണ് നിങ്ങൾ ടൈപ്പ് ഇത്ര നേരം എഴുതിക്കൊണ്ടിരുന്ന സാധനം ഇതാണ് കേട്ടോ. എല്ലാം നിങ്ങൾ എഴുതുന്നുണ്ട് ഇവിടെ. കണ്ടോ? ഇത് ആ സൗണ്ട് നിങ്ങൾ എഴുതി കറക്റ്റ് ആണോ നോക്കാട്ടോ.
ഇതാണ് കാറ്റ്. കാറ്റ് ഇങ്ങനെയാണ് എഴുതുന്നത്. പിന്നെ ഒരു ഡി, നോട്ട് കണ്ടോ? ഡി കണ്ടോ? ഡി പോലെ എഴുതിയിട്ടുണ്ടോ? ഇങ്ങനെയാണോ എഴുതാ? ഓക്കെ, ക്ലിയർ ആണോ? കോൺസെപ്റ്റിലേക്ക് പോവാലോ ഇനി. ഓക്കെ, ഇതാണ് കോൺസ്റ്റന്റ് സൗണ്ട്. കോൺസ്റ്റന്റ് സൗണ്ട് എല്ലാരും സിമ്പിൾ ആണ്. പി എങ്ങനെയാണ്? പ്, 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 പ്. കണ്ടോ? ഇങ്ങനെയാണേ. പി എങ്ങനെയാ? പ്, പ്, pet, pet. പ് എന്ന് പറയണം. പി, പി അല്ല പ്. നമ്മളെങ്ങനെയാ പി എന്നാ പറയാ? പി, 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 ടി. ഇത് എഴുതിയെടുക്കട്ടെ. എഴുതിക്കോളൂ. എല്ലാം കോൺസണൻസ് അല്ലേ 24 24 കോൺസെപ്റ്റ്സ് ആണ്. എഴുതി കഴിയുമ്പോ പറയാട്ടോ. മിസ് അഞ്ചാമത്തേത് കിങ് ആണോ? അഞ്ചാമത്തത് കിങ് ആണ്. യെസ്, കിങ്. കിങ് ആണ്. കിങ് ഗുഡ്, ചെയാൾ, ജാം ആണ് കേട്ടോ. ജാം. ലെറ്റേഴ്സ് വേർഡ്സ് എഴുതിയാലും കുഴപ്പമില്ലാട്ടോ. നിങ്ങൾ ആ ലെറ്റേഴ്സ് മാത്രം എഴുതും. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ സോ സാവിഷ്ടകൾ ഞാൻ പറഞ്ഞുതരാം. എഴുതിപ്പോ. മിസ് ഏഴാമത്തെ ടി എസ് ആണോ? ഏഴാമത്തെ ടി എസ്. ടി ആൻഡ് എസ് ആണ്. ച ച എന്നൊരു സൗണ്ട്. ടി ആൻഡ് എസ്. നിങ്ങൾ തൽക്കാലം എടുത്തിരിക്കട്ടോ. അവിടെ നിങ്ങൾക്ക് സ്വയം സെർച്ച് ചെയ്തത് നിങ്ങൾ ഏത് കറക്റ്റ് ആണെന്നൊക്കെ നോക്കുക. അതൊക്കെ ഒന്ന് എഴുതി പഠിക്കുക. യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ട്. എഴുതി കാണിക്കുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് നോക്കി പഠിക്കുക കേട്ടോ. പഠിച്ച് നിങ്ങൾ തന്നെ പഠിക്കണം. ഞാൻ ജസ്റ്റ് ഞാനിപ്പോ പറഞ്ഞപ്പോ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ക്ലാസ് എവിടെയെങ്കിലും പുറത്തുനിന്നാണെങ്കിൽ പോലും ക്ലാസ് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മ വരും, അറിയാവുന്നത് കൊണ്ട്. ഇത് കഴിഞ്ഞോ? മിസ് 17ാമത്തെ എന്താ എന്നാണോ? അതാ എന്നാണോ? അതെ, അതെങ്ങനെ എഴുതി നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് എനിക്ക് എഴുതിക്കൊണ്ട് വന്നത്. പ്ലേഷോർ, പ്ലേഷോർ. ആ പ്ലേഷോർ എന്ന് പറയുന്നിടത്തെ ആണതാണ്. ഴ ആൻഡ് ഷ അത് രണ്ട് മിക്സ് ചെയ്ത് എഴുതും. മഴ ഴായും ഷായും എഴുതാം. പ്ലേഷോർ, പ്ലേഷോർ, പ്ലേഷോർ എന്ന് പറയണം, പ്രാക്ടീസ് ചെയ്യണം. പ്ലേഷോർ. എന്നാ
എന്റെ കഴിഞ്ഞു കേട്ടോ. ടീച്ചർ 18ാമത്തെ എന്താ സംഭവം? ഒരു കോഴിമുട്ട പോലെ ഉണ്ടല്ലോ. അതെ, 0 കളിച്ച് നടക്കൊരു വരയില്ല. തീറ്റ മനസ്സിലായി. തീറ്റയാണ്. ആ തീറ്റ. ഞാൻ എക്കണോമിക്സ് ആണ്, എനിക്കറിയില്ല. തീറ്റയാണ് തീറ്റയാണ്. ടീച്ചർ ഈ 17ാമത്തെ എന്തുവാ? എന്നാണോ? ആ രായും ഷായും. പ്ലജർ എന്നാണോ? അതെ. ആ pleasure. Yeah, correct. താങ്ക് യു മിസ്. കേട്ടോ, പഠിക്കുന്നുണ്ടോ? ഇങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മളെങ്ങനെയാ പ്ലഷർ എന്നാ വായിച്ചിരിക്കുന്നത്? അങ്ങനെയില്ല, പ്ലഷർ. മൈ പ്ലഷർ എന്ന് പറയണം. ഓക്കെ. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞ മിസ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. പി അല്ല, ഇതൊക്കെ നിങ്ങൾ പറഞ്ഞേ, നമ്മൾ പഠിച്ചിരുന്നെങ്കിലാണ് പി വി ടി വി കെ ജി, ബാക്കി വായിക്കുന്നില്ല, എം എൻ എസ് പി ഡബ്ല്യു എഫ് എച്ച് ഇതൊക്കെയല്ല വായിക്കുക. അങ്ങനെയല്ല. എന്ന് പറയാൻ ഇങ്ങനെ എയർ നമ്മുടെ കയ്യിൽ തട്ടും. മനസ്സിലായോ? പി പി ആവുമ്പോ തട്ടില്ല. മനസ്സിലായോ? അങ്ങനെ നോക്കുമ്പോ എയർ വന്ന് കയ്യിലെത്തിക്കണം. അതാണ് എങ്ങനെയാ? ജസ്റ്റ് ഞാൻ എപ്പോഴും പറയും ടായ് അല്ല ചായ അല്ല ടീ അല്ല എന്ന് പറയാറുണ്ടല്ലേ. ട്രീ ട്രീ നോട്ട് ട്രീ അല്ല, ശ്രീ എന്നാ പറയാ. നോട്ട് ചായ അല്ല കേട്ടോ. കാറ്റിന്റെ അല്ല. നാക്ക് ഒരുപാട് വളർത്തണ്ട, ജസ്റ്റ് ഒരു മുട്ടിച്ചാൽ മാത്രം മതി. ഓക്കെ. ഡോർ നോട്ട് ഡോർ. ഡോർ അല്ല, ഡോർ ഡോർ. ടീച്ചർ പറയുമ്പോൾ നമ്മള് ടീച്ചർ തന്നെയാണോ വരിക? ടീച്ചർ. പറയണം. ടീച്ചർ അല്ല, ടീച്ചർ. ഓക്കെ, ടീച്ചർ. നെക്സ്റ്റ് കിങ്. എന്ന് പറഞ്ഞു. വരണം. കിങ് എന്നാ പറയാ. കിങ്. അത് ഗുഡ്. ഓക്കെ. ചെയർ. സൗണ്ട് ആണ് സൗണ്ട് ആണ് കേട്ടോ. ചെയർ. ചോക്ക്. ഓക്കെ. ചെയർ സൗണ്ട്. ജാം. മനസ്സിലാവും? ഈ ഇത് ആപ്പിളില് പറഞ്ഞ എ ആണ് ജാമിൽ വരാം. ജാം. ഓക്കെ. നോട്ട് എം. അല്ല. ഓക്കെ. പറയണം. ആണെങ്കിൽ വെച്ചിട്ട് എന്താ പറയാ? നെക്സ്റ്റ് പറയാം. നെക്സ്റ്റ് ഒക്കെ പറയാം. വേണ്ട. ദെൻ ഇത് ആണ് കേട്ടോ. സിങ് ആണ്. സിങ്. കിങ്. ലവ് ആണ്. ലവ്. 11ാമത്തെ ഒന്നുകൂടി പറയോ? 11ാമത്തെ ഞാ എഴുതി ചെന്ന പോലെയാണ് മിസ്സേ. ജാ എഴുതി വരുമ്പോ മാങ്ങ എന്ന് പറയേ. ആ ഗായാണ് കേട്ടോ. കിങ് പറയും. ആ ഗായാണേ. അത് എങ്ങനെ എഴുതിയിരിക്കണത്? എന്നെ പോലെ എഴുതിയിട്ട് താഴത്തോട്ട് ഇങ്ങനെ എഴുതിയിരിക്കുക. നീട്ടി ഇങ്ങനെ എടുക്കുക. സ്മോൾ ലൈൻ നീട്ടി ഇടുക.
then റാ ഞാൻ അങ്ങനെ എഴുതുകയാണ് കേട്ടോ. എന്നല്ല വായിക്കണം, എന്ന് വായിക്കും. റായ് അല്ലാട്ടോ ഒരിക്കലും. റോഡ്, rocket. yeah, rocket, yeah, correct, rocket. So not sa, so see, okay, so varna ട്ടോ. Then with zoo, okay, zoo, not zoo അല്ല, zoo. Pizza അല്ല, pizza. Sip. No, sit പറയില്ല. Sit എടുത്താണ്. Sit. ഇവിടെ സെഡിന് എന്നുള്ള സൗണ്ട്, ആ തേനീച്ച മുള്ള പോലെ അല്ലെ. ഒരു വൈബ്രേറ്റിംഗ് സൗണ്ട് വരും. Pizza. Sit വരില്ലെന്ന്. അല്ല സിപ്പ്. Zip. സിബ്ര വരില്ലേ മിസ്സേ? No. സീബ്ര. Zebra. Okay, zebra. ഒരു vibration വരും. Then she എന്നാ പറയാ. She, okay, sheep, വരണം. Then next up, yeah, shake. Then pleasure, short. അവിടെയാണ് വരുന്നത്. pleasure, measure, okay, measurement എടുക്കുക പറയില്ലേ. measure, വരണം. okay, then sing എന്നാ പറയാ. sing എന്ന് പറയാം. sing നമ്മൾ എത്ര ആൾക്കാർ എങ്ങനെ പഠിക്കൂ. നെക്സ്റ്റ് this എന്താ പറയാ. this I like this, not this അല്ല, I like this. Then not van, van. boo വരണം. van. bought. Then podium, boo വരണം. Then W ആണെങ്കിൽ vet, watch, water. Give me some water. Water. Okay. Then fan. So for fan. Then yes. Okay. Yes. And her hand. Hat. Hand. Hog. Okay, പറയാം. Okay. Clear? ഓക്കെ ആണോ? മനസ്സിലായോ? ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല. ഓക്കെ, ഇത്രയും സൗണ്ട് പറയുമ്പോൾ എനിക്ക് സ്ട്രെസ് വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് എനർജി വേസ്റ്റ് ആകുന്ന എനർജി ആവശ്യമാണ് ഇത്രയും സൗണ്ട്സ് പറയുമ്പോൾ. അപ്പോ കോൺഫിഡൻസ് ആൻഡ് വോയിസ് നമ്മൾ കവർ ചെയ്തു. ഇനി ആണ് മൊണത്തോങ് എന്ന് പറഞ്ഞില്ല, അതെന്ത് മിസ്റ്റേ? പ്രൊണൗൺസിയേഷൻ ശരിയാണെന്ന് അറിയില്ല. ഇല്ല, മൊണോക്ടോങ് തന്നെയാണ് പ്യോർ വവൽ. പ്യോർ വവലിന്റെ വേറൊരു പേരാണ് മൊണോക്ടോങ്. രണ്ടും സെയിം തന്നെയാണ്, രണ്ടൊന്നും തന്നെയാണ്. പക്ഷെ ഇത് രണ്ടും ഡിഫ്തോങ്സ് എന്ന് പറയുമ്പോ പിന്നെ മൊണോക്ടോങ്സും അങ്ങനെ രണ്ടും പഠിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അല്ലേ മാറിപ്പോലെ. ഡിഫ്തോങ്സ് മൊണോക്ടോങ്സും പഠിക്കുന്നതാണ് നല്ലത്. ഇനി എവിടെയെങ്കിലും നിങ്ങൾ പ്യോർ വവൽ എന്ന് കേട്ടാൽ ഡൗട്ട് അടിക്കേണ്ട, ഇത് തന്നെയാണ്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മള് ലെറ്റേഴ്സ് എഴുതുക. സൗണ്ട്സ് എഴുതുന്നത് ഇങ്ങനെയാണ്. ക്ലവർ, ടീച്ചർ, പാത്ത്, കണ്ടോ. ക്യാമലൊക്കെ എങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കൂ. ആ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ പ്രൊണൗൺസ് ചെയ്യണം. മെത്തേഡ് ആണ്. leisure, church, shape,
method, method, method. ആ ഇവിടെ മദർ ദാ എങ്ങനെയാ നമ്മൾ പഠിച്ചു ആ തായാണ് അവിടെ വരാം കേട്ടോ. method, method. സിമ്പിൾ 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 ഇത്രയേ ഉള്ളൂ. സിമ്പിൾ സിമ്പിള് എന്ന് പറയില്ല നമ്മള്. സിമ്പിള് അല്ല, ഈ ആ സിമ്പിളിന്റെ അവിടെ ഈക്ക് പ്രൊണൗൺസിയേഷൻ ഇല്ല, കയ്യിൽ വെച്ചിട്ട് അവസാനിക്കുകയാണ്. അതാണ് സിമ്പിൾ. നോട്ട് സിമ്പിൾ. സിമ്പിൾ അല്ല, സിമ്പിൾ സിമ്പിൾ. ആപ്പിൾ ആപ്പിൾ ആപ്പിൾ. tripod tripod tripod. pet pet. cat. Okay, cat. nouns nouns nouns. അവ പോയിരുന്നില്ല. glitter glitter. cure cure. വ്യത്യാസം കണ്ടോ? ജൂൺ എന്നല്ല പറയാം, ക്യൂ. വ്യത്യാസമുണ്ട്. ജൂ എന്നല്ല വരുന്നത്. ആ ഒരു ഇങ്ങനൊരു ലെറ്റർ വരുന്നത് അല്ലെ, അതെങ്ങനെയാണ്? ക്യൂ എന്താ പറയാ? ക്യൂ. ഷീപ്പ് ഷീപ്പ് ഷീപ്പ്. rat rat rat. sample sample. okay. fan കേട്ടോ. fan bad bad not bad not bad bad അല്ല, bad. ഇവിടെ പ്രൊണൗൺസ് ചെയ്യുമ്പോ പി ശ്രദ്ധിക്കണം, നടുക്ക് നിൽക്കുന്ന എ ശ്രദ്ധിക്കണം, ടി ഇത് രണ്ട് ഇത് മൂന്നും കൂടി കൂടിയതാണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ വരുന്നത്. മനസ്സിലായോ? ആ ലെറ്റേഴ്സ് ഫുള്ള് വായിക്കണം. അത് ബഡ് എന്ന് പറഞ്ഞ കാര്യമില്ല, ബാഡ് എന്ന് പറഞ്ഞ കാര്യമില്ല. കാരണം ഇതിൽ തെറ്റാണ് പറഞ്ഞത്, പി തെറ്റാണ് പറഞ്ഞത്, എല്ലാം തെറ്റാണ്. കറക്റ്റ് ആയിട്ട് ഒരെണ്ണം കറക്റ്റ് ആയിട്ട് പ്രൊണൗൺസ് ചെയ്താൽ തന്നെ ആ ലെറ്റേഴ്സ് എല്ലാം പുറകെ വരും. അപ്പൊ ബാഡ് ബാഡ്. ഇത് ആണ് നോട്ട് ബാഡ്. ടി 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 അല്ല, ടി ടി. did did did. got got got. chain chain. jam hello jam എന്താ പറയാ? jam. fall a fall not fall fall അല്ല, fall fall. a fall in love എന്ന് പറയില്ല, fall in love. a fall. van van hello van. a pin a pin. this this. down not so down. okay. ഓക്കെ. അപ്പൊ സോൾസിൽ എങ്ങനെയുണ്ട്? ഞാൻ വായിക്കുന്ന മാത്രമേ ഉള്ളൂ, നിങ്ങൾ ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ഉണ്ട് ടീച്ചർ, പിന്നല്ലാതെ ഞങ്ങള് ടീച്ചർ ഒപ്പം വായിക്കുന്നുള്ളൂ. എന്തോ അൺമ്യൂട്ട് ചെയ്യാനൊരു ധൈര്യമില്ല, പ്രാക്ടീസ് ചെയ്യണം. അൺമ്യൂട്ട് ചെയ്യാൻ ധൈര്യമില്ല, പക്ഷെ ഞാൻ പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ആ ടീച്ചർ പറയുന്നതിന്റെ ഒപ്പം പറയുന്നുണ്ട്. പറയുന്നുണ്ടപ്പോ പറയാന്നല്ല, കുറച്ചുകൂടി പറയണോ അല്ലെ മതിയോ? മതി മതി. മതി. ഇതാണ് കോണ്ടെക്സ്റ്റ്. ഇത്രയുള്ള കോണ്ടെക്സ്റ്റ്. ഇങ്ങനെയാണ് കോണ്ടെക്സ്റ്റ് എഴുതേണ്ടത്. ലെറ്റേഴ്സ് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അറിഞ്ഞിരിക്കും, പ്രാക്ടീസ് ചെയ്താൽ മതി. ലെറ്റേഴ്സ് എഴുതി പഠിക്കണമെന്നൊന്നുമില്ല, കേട്ടിട്ട് പഠിച്ചിട്ടും കാര്യമില്ല. അപ്പൊ പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് യൂസ് ചെയ്യാം. ഇത് അപ്ലോഡ് ചെയ്യും മിസ്സേ? ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞു, പഠിച്ചതൊക്കെ ഞാൻ വിട്ടുപോകും. കുറച്ച് റെസ്റ്റ് എടുക്കാം നമുക്ക്. കോണ്ടെക്സ്റ്റ് കഴിഞ്ഞു. ഒരു കാര്യം ചോദിക്കട്ടെ, വൈവ വരില്ലേ? അപ്പൊ ഇംഗ്ലീഷിന്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കോ? ഫോണിറ്റിക്സിന്റെ ഇല്ലേ? മ്യൂട്ടാണ് ടീച്ചർ, മ്യൂട്ടാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് ചോദിക്കൊന്നും എനിക്ക് അറിയില്ല. ചെറിയ ചാൻസ് ഇല്ല, വൈകിട്ട് ഞാനില്ല, പോയി ചെറിയ ചാൻസ് ഇല്ല. ഓക്കെ, പേടിക്കണ്ട. അല്ല, അങ്ങനെ ഫോണിറ്റിക്സിന്റെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണല്ലോ. ഞാൻ ചോദിച്ചോട്ടെ കേട്ടോ. നെക്സ്റ്റ് നിങ്ങൾക്ക് നാളെ ആരാണ് ക്ലാസ്? ജിഷ മിസ് അല്ലേ? നാളെയോ? നാളെ ആരാ?
നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യൂ, ഞാൻ ക്ലാസ് കഴിഞ്ഞാൽ മുന്നേ ഞങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്ത്. ഓക്കെ, ഇനി ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ കോൺടെക്സ്റ്റ് കഴിഞ്ഞു, നമ്മുടെ ചാപ്റ്റേഴ്സ് എല്ലാം കഴിഞ്ഞു, മോക്ക് ടെസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ടേം ടൂമുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കവർ ചെയ്തു, എല്ലാം കഴിഞ്ഞു. ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നുമില്ല. എല്ലാം ഓക്കെ ആണോ? ഇതുവരെ നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുത്ത് എങ്ങനെയാണോ, ഓക്കെ ആണോ നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയൂ. ഞാൻ ഈ ക്ലാസ്സിൽ കയറാൻ ചാൻസ് ഇല്ല, ഓക്കെ, ലാസ്റ്റ് ക്ലാസ് ആയിരിക്കാം മേ ബി. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇംഗ്ലീഷ് ക്ലാസ്? ഇതുവരെ ഈ നാട്ടിൽ തിരിച്ചായിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു? ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചോ നിങ്ങൾ? കോഴ്സ് ജോയിൻ ചെയ്തേലും ഇപ്പൊ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇതിനെക്കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായോ? പഠിച്ചോ നിങ്ങള്? തീർച്ചയായിട്ടും പഠിച്ചല്ലോ, ഉപകാരമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട്, കുറച്ചൊന്നുമല്ല. ഉണ്ടായിട്ടുണ്ട്. പിന്നെ മിസ് തന്നെ ഞങ്ങളെയും കൂടെ ക്ലാസ്സും കൂടി എടുപ്പിച്ചപ്പോഴത്തേനും ഞങ്ങൾക്ക് കുറെ കൂടെ കോൺഫിഡന്റ് ആയി. പഠിച്ചിരുന്നതെല്ലാം മറന്നു പോയിട്ടുണ്ടായി, ഇപ്പൊ അത് വീണ്ടും പഠിച്ചെടുക്കാൻ പറ്റി. നമ്മള് ടീച്ചറെ ക്ലാസ്സിലുണ്ടാകുമ്പോഴൊക്കെ എല്ലാം നന്നായി പഠിച്ചതൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ മറക്കുമല്ലോ ടച്ച് വിടുമ്പോ. പിന്നെ എക്സാം വരുമ്പോ വീണ്ടും റിവിഷൻ ചെയ്യുമ്പോ ശരിയാവും. മാക്സിമം ടച്ച് വിടാതെ നോക്കാം. യൂസ് ചെയ്യാം നിങ്ങൾ ഇംഗ്ലീഷ്. പറയാം, കൂട്ടത്തിലാണെങ്കിൽ വീട്ടിലായിരുന്നു പറയാം. എനിക്ക് ഒരുപാട് ഇംഗ്ലീഷിൽ പഠിപ്പിക്കാൻ പറ്റിയില്ല, കാരണം നമുക്ക് പോർഷൻസ് അങ്ങനെയാണ്, ഗ്രാമേഴ്സ് ആണ്. പക്ഷെ കുറച്ചുകൂടെ നിങ്ങളെ സംസാരിപ്പിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള ടൈം ഒന്നും കിട്ടിയില്ലല്ലോ. ഓക്കെ, ടീച്ചർ ഇത്രയും സ്പീഡിൽ എടുത്തിട്ട് തന്നെ എങ്ങനെയൊക്കെയോ ഇപ്പഴേ പോർഷൻ തീർക്കാൻ പറ്റി. പതുക്കെ എടുത്താണെങ്കിൽ എവിടെ എത്തിയിട്ടുണ്ടാവില്ല. നമുക്ക് 9th ചാപ്റ്റർ ഒന്നും വരുന്നുണ്ടാവില്ലല്ലോ, കണ്ടീഷണൽ സെന്റൻസ് മെയിൻ എക്സാമിന്. നൗണിന് ഉണ്ടാവില്ല കേട്ടോ, നൗൺ പോർഷൻ വരില്ല. അതായത് നൗൺ അഡ്ജക്റ്റീവ് എല്ലാ ടീച്ചർമാരും ഫോൺ നമ്പർ തന്നു, ടീച്ചറും കൂടെ ഞങ്ങൾക്ക് ഫോൺ നമ്പർ തന്നൂടെ? എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ സംശയം ചോദിക്കാൻ. ഇനി എന്തായാലും ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞു, ഈ ശല്യപ്പെടുത്താൻ വേണ്ടി വിളിക്കൂല്ല. ഒന്ന് ടൈപ്പ് ചെയ്തിടോ ടീച്ചറെ. മിസ്സിനെ കാണാൻ പറ്റുന്നില്ലല്ലോ. മിസ് തരാന്ന് പറഞ്ഞിട്ട് പോയതാണ്, പോയില്ലേ? വരും. ഓക്കെ, നിങ്ങളിൽ ഏതൊക്കെ ടീച്ചേഴ്സിന്റെ നമ്പർ ഉണ്ട്? കേൾക്കട്ടെ. അപർണ മിസ്സിന്റെ. അപർണ മിസ്സിനോട് ചോദിച്ചോളൂ കേട്ടോ, നമ്പർ. എന്റെ നമ്പർ വേണ്ടവർ അപർണ മിസ്സിനോട് ചോദിക്കാം. ഓക്കെ, പിന്നെന്താണ്? അത്രയൊക്കെയാണ് വൈവയുടെ സംശയം തീർക്കാൻ ഞാൻ അപർണ മിസ്സിനോട്. നീ മെയിൻ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ട് കോൺവെക്കേഷൻ ഒക്കെ വെക്കുക? നിങ്ങൾ വരുന്നുണ്ടോ? എല്ലാവരും വരുമോ കോൺവെക്കേഷന്? പിന്നെ വരുമല്ലോ, തീർച്ചയായിട്ടും വരും ടീച്ചർ. വരുമ്പോ ഒരു കാര്യമുണ്ട്, നിങ്ങളെ കുറച്ച് പേർക്ക് എനിക്ക് അറിയാം, കണ്ടിട്ടുണ്ട്. എന്നാലും പെട്ടെന്ന് കുറച്ച് ഗ്യാപ്പ് വരുമല്ലോ കോൺവെക്കേഷനൊക്കെ വരുമ്പോ. പെട്ടെന്ന് ഞാൻ നിങ്ങളെ ചിലപ്പോ എന്നോട് മിസ്സേ സഫിയാണെന്ന് പറഞ്ഞ് ചിലപ്പോൾ ഞാൻ മിസ്റ്റേക്കായിട്ട് നിൽക്കും. അതുകൊണ്ട് നിങ്ങൾ അറിയില്ല എന്ന് വിചാരിക്കണ്ട കേട്ടോ. ഓക്കെ, ചിലപ്പോ ഒന്നും ഞാൻ ആലോചിക്കായിരിക്കും. ഞങ്ങൾ തന്നെ വന്ന് എടുത്തിക്കോളാം. ഞങ്ങളെ ടീച്ചറിനെ ഒന്ന് നോണ്ടിട്ട് ടീച്ചറെ ഞാനാണ് ഓർമ്മിപ്പിക്കുക, അതൊന്നും പേടിയില്ല. അങ്ങനെ എന്റെ അടുത്ത് വന്ന് സംസാരിക്കുക, അവർക്ക് ചിരിക്കേണ്ട കാര്യമില്ല കേട്ടോ. എനിക്ക് വരും കോൺവെക്കേഷൻ വരുമ്പോ ചിരിക്കും, ഞാനും ചിരിക്കും. പക്ഷെ എനിക്ക് അവർ ആരാണെന്ന് അറിയില്ല, ായോ? അതുപോലെ ആകരുത്, സംസാരിക്കാം, വന്ന് നിങ്ങളുടെ ഇടിച്ചു കയറി സംസാരിക്കാം. ഓക്കെ, പിന്നെ അല്ലാതെ ഇങ്ങോട്ട് വരുന്നതേ ടീച്ചർമാരെ കാണാനാണ്. തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് കാണാം. പിന്നെന്താ, എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടോ? കഴിഞ്ഞു, ഇനി ഞാൻ ക്ലാസ്സിൽ വരില്ലല്ലോ. ഇനി ഒരു ക്ലാസ്സും കൂടി ടീച്ചറിന് വരാൻ റിക്വസ്റ്റ് ചെയ്യും. മെയിൻ എക്സാമിന്റെ മുമ്പായിട്ട് എന്തായാലും ടീച്ചർ വരണം. അതെ, നിങ്ങളെ റിക്വസ്റ്റ് എന്തിനാന്ന് എനിക്ക് അറിയാം, എന്നോട് സംസാരിക്കണമെന്നല്ലോ. കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടിയാലോ? അങ്ങനെയൊന്നുമില്ല ടീച്ചറെ, എല്ലാവർക്കും നല്ല സ്നേഹമാണ് ടീച്ചറെ, അങ്ങനെയൊന്നും പറയരുത്. ഞങ്ങളെ ഗ്രൂപ്പിൽ ഡിസ്കഷൻ ചെയ്യാറുണ്ട്. ഒരു വിഷമം. ഏറ്റവും നല്ല ടീച്ചറാണ് ടീച്ചറെ, ഞങ്ങളെ മിസ് ചെയ്യുന്നു ടീച്ചറിനെ ഇനി വരില്ല എന്ന് പറയുമ്പോ. സത്യമായിട്ടും ടീച്ചർ വിശ്വസിക്കണേ ഇല്ല. ടീച്ചർ എക്സ്പ്രഷൻ എന്താ ഇങ്ങനെ? എത്ര പെട്ടെന്നല്ലേ നമ്മുടെ ക്ലാസ് അതന്നെ, ടീച്ചറായിട്ട് നല്ലൊരു മിങ്കിളായി നല്ല സുഹൃത്തിനെ പോലെ ആയി വന്നതാണ്.
ഓക്കെ, എനിക്കും അതെ. പൊതുവെ കുറച്ച് ബാച്ചിനോടൊക്കെ അങ്ങനെയാണ്. അത്യാവശ്യം അറ്റാച്ച്ഡ് ആണ് നമ്മള്. പക്ഷെ ഇനിയും പുതിയ പെട്ടെന്ന് പുതിയ ബാച്ചുകളൊക്കെ ടീച്ചർക്ക് വരും. പക്ഷെ എന്നാലും ഞങ്ങളെ മറക്കരുത് കേട്ടോ ടീച്ചറെ. ഒരിക്കലും നിങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം എനിക്കുണ്ട്, പറയാനുണ്ട്. ഓർമ്മയുണ്ടോ? അതെ, ഓക്കെ മിസ്. അതിന് ഞാൻ ഇപ്പോ സോറി ചോദിക്കുന്നു കേട്ടോ ടീച്ചർക്ക്. എന്തായാലും അങ്ങനെ ഇത്രയും നല്ലൊരു ടീച്ചറിനെ ഞങ്ങള് ഇങ്ങനെയൊക്കെ പറയണ്ടായിരുന്നില്ല. അതുകൊണ്ട് സോറി സോറി സോറി, കൊറേ പ്രാവശ്യം സോറി. അതായത് ഒരിക്കലും നമ്മള് ഒരാളെ കണ്ടുകൊണ്ട് നമ്മള് ജഡ്ജ് ചെയ്യാൻ പാടില്ല. അത് നിങ്ങളെ പഠിച്ചാൽ മതി. അതെന്തായിരുന്നു കാരണം എന്താ അറിയോ ടീച്ചറെ? അത്രയും അറ്റാച്ച്ഡ് ആയിപ്പോയി ആ സാറിന്റെ ക്ലാസ്. പെട്ടെന്ന് ഇങ്ങനെ മാറി. ടീച്ചറാണെങ്കിൽ വന്നതും വല്ലാത്ത സ്പീഡും ഞങ്ങളായിട്ട് ഒരു ഇതില്ലാത്ത പോലെ തോന്നി. പിന്നെയാണ് ടീച്ചർ മിസ്സേ അന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഒരുപാട് കാരണം ടീച്ചർ ഞങ്ങൾക്ക് വേണ്ടി മാറി, കൊറേ മാറി. തീർച്ചയായിട്ടും ടീച്ചർക്ക് തന്നെ അറിയാം വേണമെങ്കിൽ, ഇല്ലേ? കൊറേ മാറിയില്ലേ? കാരണം ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് എടുത്തോണ്ടിരുന്നത്. പിന്നെയാണ് മോൺസൂറിലേക്ക് വന്നത്. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കും ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ക്ലിയർ ആണ്. ഇതൊക്കെ എങ്ങനെയാ സ്റ്റുഡൻസ് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഫസ്റ്റ് ടൈം ആയിരുന്നില്ലേ, അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. ടീച്ചർ ഞങ്ങളായിട്ട് മിങ്കിൾ ചെയ്യാതെ ഇങ്ങനെ ക്ലാസ് എടുത്ത് പോയി. ആ സാറാണെങ്കിലോ കൂടുതലും മിങ്കിൾ ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അപ്പൊ അത് ആർക്കായാലും ഉണ്ടാവില്ലേ? അതിന്റെ ഒരു വിഷമം കൊണ്ടാക്കിയതാണ്. അല്ലാതെ ടീച്ചറെ പിന്നീട് പരിചയപ്പെട്ടപ്പോ ഞങ്ങൾക്ക് പിന്നെ മനസ്സിലായി ടീച്ചർ ആരാണ് എന്താണെന്നുള്ളത്. ടീച്ചർക്ക് മനസ്സിലായല്ലോ. സത്യമായിട്ടും നല്ല ടീച്ചറാണ്. ഞങ്ങൾ എല്ലാ ടീച്ചർമാരും പോലെ ടീച്ചറും നല്ല ടീച്ചറാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. സംസാരിക്കാനും എനിക്കും കുറച്ച് ടോപ്പിക് തരണമെന്നുണ്ടായിരുന്നു, ഇവിടെ സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇംഗ്ലീഷ് എനിക്ക് സ്പീഡിൽ പോകാൻ പറ്റുന്ന ഒന്നല്ല, അല്ലെ? വെറുതെ എന്റെ അടുത്ത് പോയിട്ട് കാര്യമല്ലോ. നിങ്ങൾ എല്ലാവരും ഒന്നും അറിയാതെ വന്നവരാണ്. ഇപ്പൊ കുറച്ചെങ്കിലും അറിഞ്ഞത് ഈ ക്ലാസ്സിലൂടെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെ, ഗ്രാമർ കുറെ ടച്ച് വിട്ട് പോയവരാണ്. ഇപ്പൊ കുറെ നിങ്ങൾക്ക് മനസ്സിലാവും. മക്കളാണെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചെങ്കിലും നിൽക്കാൻ പറ്റും. അപ്പൊ പിന്നെന്താണ്, അത്യാവശ്യം നല്ല സ്റ്റുഡൻസ് ആണ് നിങ്ങൾ എല്ലാവരും. ആരെയും നിങ്ങൾ ഞാൻ മറക്കില്ല കേട്ടോ. ലക്ഷ്മി ഞാൻ ഇൻസ്റ്റാ ഫ്രണ്ട് ആണ് കേട്ടോ. അതെ അതെ അതെ. ഓക്കെ, എന്താ അപ്പൊ ഇടയ്ക്കൊക്കെ ചുമ്മാ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ശല്യം ചെയ്യരുത്, വിളിച്ച് ശല്യം ചെയ്യരുത് കേട്ടോ. ചുമ്മാ പറഞ്ഞ ശല്യമൊന്നുമില്ല. നിങ്ങൾ മെസ്സേജ് അയച്ചോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഫ്രീ ആയിരിക്കും. വിളിച്ച് ഫ്രീ ആണ് ഞാൻ. കാരണം ഇംഗ്ലീഷിലേക്ക് ഒരുപാട് പ്രിപ്പറേഷൻ ഒന്നും ഇല്ല. എനിക്കിപ്പോ ആദ്യം വന്ന് ചോദിച്ചത് പോലെ ഇപ്പൊ പ്രിപ്പറേഷൻ വളരെ കുറവാണ്. പഠിപ്പിച്ച് ഞാൻ പഠിച്ചു. എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലെ? അപ്പൊ വെറുതെ ഇരിക്കുകയാണ്. അതെ, നമ്മൾ കുറെ പഠിപ്പിക്കുമ്പോ നമ്മൾക്ക് ഒരുപാട് അറിവുകൾ പുതിയതായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മാക്സിമം പഠിക്കാനല്ല പറയാം, പഠിപ്പിക്കുക. ഇപ്പൊ നിങ്ങൾ ഇപ്പോ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും മക്കൾക്കാണെങ്കിലോ ആർക്കാണെങ്കിലും പറഞ്ഞു കൊടുക്കുക കേട്ടോ. അതിലൂടെ നിങ്ങൾ പഠിക്കും. അത് ഏറ്റവും നല്ലൊരു വഴി അതാണ്. അല്ലാതെ നമുക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും പഠിക്കില്ലെന്നേ. ഓക്കെ, എന്റെ സബ്ജക്ട് ഇംഗ്ലീഷ് ആയിരുന്നു. പക്ഷെ ഇംഗ്ലീഷ് ഗ്രാമർ അറിയുന്ന എനിക്ക് അറിയില്ലെന്നേ പറയാൻ പറ്റും. ഓർമ്മില്ല, പണ്ടെങ്ങാനും പഠിച്ചതാണ്. പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞു തരാനല്ലോ എന്നോർത്ത് ഞാൻ പഠിച്ചതാണ്. അങ്ങനെയാണ് പഠിക്കുന്നത്. മനസ്സിലായോ? അതുപോലെയാണ് നിങ്ങളോടും പറയാനുള്ളത്. പഠിക്കുക. ടീച്ചേഴ്സിനാണ് ഏറ്റവും കൂടുതൽ അറിവുള്ളത്. കാരണം എന്താണ്, അവർക്ക് പഠിപ്പിക്കാൻ വേണ്ടി അവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അവർക്ക് വേണ്ടിയല്ല, അവർക്ക് പഠിപ്പിക്കാണ്. സ്റ്റുഡൻസിന് അറിവുകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അവർ പഠിക്കുന്നതാണ്, അല്ലാതെ അവർക്ക് വേണ്ടിയല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നല്ല ടീച്ചേഴ്സ് ആവുക, ഫ്രണ്ട്ലി ആവുക, എപ്പോഴും ഫ്രണ്ട്ലി ആവുക, സ്ട്രിക്റ്റ് ആവരുത്. ഇന്ററാക്ഷനിലൂടെ ക്ലാസ് എടുക്കുക. അവർ പോലും അറിയാതെ അവർ പഠിപ്പിക്കുക. ഓക്കെ, നിങ്ങൾ പഠിച്ചത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഫോഴ്സ് ചെയ്തല്ല നിങ്ങൾ പഠിപ്പിക്കുന്നത്, അല്ലെ? ആരാണ് നിങ്ങൾക്ക് ഒക്കെ നിങ്ങൾ അറിയാണ്ട് പോലും ടീച്ചർ എത്ര കഷ്ടമുള്ളതാണെങ്കിലും ടീച്ചർ പറയാം അത്രേ ഉള്ളൂ. 2-3 പോയിന്റ്സ് അവിടെ എടുത്തിട്ടായിരുന്നു. എന്നിട്ട് അത്രേ ഉള്ളൂ, അത് മാത്രം നോക്കിയാൽ മതി പറയും. അപ്പൊ അതില് നമ്മൾ പിന്നെ ടെൻഷനൊക്കെ മാറും. ടെക്സ്റ്റിൽ ഒരുപാട് ഉണ്ടെങ്കിലും സിമ്പിൾ ആണ്. 1-2 സെന്റൻസ് ഉള്ള തീരും. അത്രേ ഉള്ളൂ. അതാണ് പഠിപ്പിക്കുമ്പോ ഒരുപാട് വലുതാക്കി പഠിപ്പിക്കരുത്. കാരണം നമ്മൾ പഠിക്കാൻ വന്നിരിക്കുന്നതിനാണ് എത്രത്തോളം സിമ്പിൾ ആയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അതുപോലെ പഠിപ്പിച്ചാൽ മതി എന്ന ആഗ്രഹത്തോടു കൂടിയാണ് എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഇവൻ ഞാൻ പോലെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഒരുപാട് പഠിപ്പിക്കുമ്പോ നമ്മുടെ കയ്യിൽ ഒന്നും കയറില്ല. പക്ഷെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു നോക്കിയേ, അത് തന്നെ നിങ്ങളുടെ തലയിൽ കയറി ചെയ്യും. നിങ്ങൾ അത് വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും, അല്ലെ? ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് തന്നെ പറയാൻ പറ്റും.
ഇത്രയേ ഉള്ളൂ. ഇംഗ്ലീഷും അങ്ങനെയൊക്കെ തന്നെയാണ്. പേടിച്ച പോലെ ഒന്നുമില്ല. ഫസ്റ്റ് ടൈം നിങ്ങൾ ക്ലാസ് ഞാൻ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യമുണ്ട്, മിസ് ഇംഗ്ലീഷ് എനിക്ക് ഒട്ടും അറിയില്ല, സംസാരിക്കണം ആഗ്രഹമുണ്ട്, ഇംഗ്ലീഷ് പഠിക്കണം ആഗ്രഹമുണ്ട്, പേടിയാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ്. ഇപ്പൊ എങ്ങനെയാണ്? മിസ് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇത്രയും ഞാനിപ്പോ ഡിഗ്രി വരെ കഴിഞ്ഞിട്ട് ഇത്രയും സിമ്പിൾ ആയിട്ട് ആരും ഗ്രാമർ എടുത്തു തന്നിട്ടില്ല. എല്ലാ മിസ്സുമാരും പറയുന്നത് ഗ്രാമർ ഭയങ്കര പ്രശ്നമാണ്, അങ്ങനെ ഭയങ്കരമായിട്ടൊരു ഹൈപ്പായിട്ടാ പറയുന്നത്. പക്ഷെ മിസ് പറയുമ്പോൾ സിമ്പിൾ ആന്ന് അറിയുമ്പോൾ തന്നെ ഒരു ടെൻഷൻ റിലീഫാണ്. സിമ്പിൾ അല്ലേ? പഠിച്ചപ്പോൾ തോന്നി സിമ്പിൾ അല്ലേ? അതെ അതെ, ഇത്രയേ ഉള്ളൂ. പഠിക്കാതിരുന്ന എല്ലാ കാര്യവും ഭയങ്കര ടഫായിട്ട് തോന്നും. പക്ഷെ നമ്മൾ അതിനു വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കുറച്ച് സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്ത് നമ്മൾ അതിന്റെ ഈസി ആയിട്ടുള്ള വേ ഒക്കെ കണ്ടുപിടിച്ചാൽ എല്ലാം ഈസിയാണ് അല്ലേ? പഠിക്കാതിരിക്കുമ്പോൾ ടഫുമാണ്. കഷ്ടപ്പെട്ട് പഠിക്കരുത്, ഇഷ്ടപ്പെട്ട് പഠിക്കുക. ഇഷ്ടപ്പെടുമ്പോ ഈസി വേസ് ഒക്കെ കയ്യിൽ വരും, ട്രിക്സ് കിട്ടും. ഓക്കെ, ടീച്ചേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ടീച്ചേഴ്സ് നന്നായിട്ട് പഠിപ്പിക്കുക, നന്നായിട്ട് കുട്ടികളെ പഠിപ്പിക്കുക. ക്ലാസ് ബോറടിപ്പിക്കരുത്. ഓക്കെ, ക്ലാസ് കേട്ടോണ്ടിരിക്കാൻ അവർക്ക് തോന്നണം. വരണം, ടീച്ചർ പോയല്ലോ എന്ന് ഓർത്ത് വിഷമം വരണം. അങ്ങനെ ക്ലാസ് എടുക്കാം. ഓക്കെ, അതാണ് ഞങ്ങൾ മിസ്സിന് വരില്ല അപ്പൊ ഞങ്ങൾക്ക് തോന്നിയത് അതാ. ഓക്കെ, കാരണം ഞാൻ പഠിപ്പിക്കുന്നത് എല്ലാവർക്കും പേടിയുള്ള സബ്ജക്റ്റ് ആണ്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ വരുമ്പോ എല്ലാവർക്കും ടെൻഷൻ വരും. പൊതുവെ ക്ലാസ്സിൽ അങ്ങനെയാണ്. ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് തന്നെ മോണ്ടിസോറി ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പേടിയായിരുന്നില്ലേ ഫസ്റ്റ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുറച്ച് പുറകോട്ടൊക്കെ ചിന്തിക്കാം. ചെറിയ ഒറ്റയ്ക്ക് ഇംഗ്ലീഷ് ആണ്, ഇംഗ്ലീഷ് ടീച്ചർ എങ്ങനെയൊക്കെയാണ് ആഘോഷിച്ചത് ആലോചിക്കും. ഇംഗ്ലീഷ് പറയണോ, ഇംഗ്ലീഷ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ടെൻഷൻ അടിച്ചാണ് ക്ലാസ്സിൽ വന്ന് ചോദിച്ചത്. അതും ഈ ലാസ്റ്റ് ക്ലാസ്സും തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസം വന്നത്? ഇത്രയേ ഉള്ളൂ ഇംഗ്ലീഷ്. ഇങ്ങനെ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, അത് മാത്രല്ല പറയുമ്പോ സ്വയം പുകഴ്ത്തുന്ന പോലെയൊക്കെ പറയാ, എന്നെ പുകഴ്ത്തുന്നല്ല കേട്ടോ. നമ്മൾ എടുക്കുന്ന അതല്ല, ഓരോ സബ്ജക്റ്റും ടഫ് ആണോ സിമ്പിൾ ആണോ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ആ ടീച്ചറിനെ വെച്ചിട്ടാണ്. മനസ്സിലായോ? അല്ലാതെ ഒരു സബ്ജക്റ്റും നമുക്ക് ടഫ് അല്ല, എടുക്കുന്ന രീതിയാണ് ടഫ്. ഓക്കെ, നിങ്ങൾ പഠിച്ച ടൈമില് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഉത്തരവും ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ഏതാന്ന് ചോദിച്ച ഉത്തരവും ഒന്നായിരിക്കും. ആ ടീച്ചർ പഠിച്ച സബ്ജക്റ്റ് ആയിരിക്കും, ആ ടീച്ചർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം. ശരിയല്ലേ? സത്യമാണ് പറഞ്ഞത്. പലരും ആ ടീച്ചർ മോശമായത് കൊണ്ട് കണക്കിൽ വീക്കായവരുണ്ട് അല്ലേ, ചെറുപ്പം മുതലേ. അതുകൊണ്ട് പിന്നെ പലരും രക്ഷപ്പെട്ടവരുണ്ട്, ആ ടീച്ചർ കാരണം മാത്രം രക്ഷപ്പെട്ടവരുണ്ട്. തല്ലി പഠിപ്പിക്കുന്നതും അല്ലാതെ പഠിപ്പിക്കുന്നതും രണ്ടാണ്. ഓക്കെ, ടീച്ചേഴ്സ് അങ്ങനെ ആകാം, റോൾ മോഡൽ ആകാം, ഇഷ്ടപ്പെടുന്ന ടീച്ചേഴ്സ് ആകാം. ഓക്കെ, സ്റ്റുഡൻസ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ടീച്ചേഴ്സ് ആയി മാറാം, ഇഷ്ടത്തോടെ പഠിപ്പിക്കാം. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല, കഴിഞ്ഞോ? അല്ല, നേരിട്ട് വന്നിട്ട് കാണാം. നേരിട്ട് വരുമ്പോ സംസാരിക്കാൻ സമയം ഉണ്ടാകോ അറിയില്ല എനിക്ക്. ഓക്കെ, സംസാരിച്ചിട്ടൊക്കെ പോകാം, തിരക്കാണെങ്കിലും സംസാരിച്ചിട്ടൊക്കെ പോകാം. എന്തായാലും ആ ഒരു ദിവസം നിങ്ങൾ മാറ്റി വെച്ച് വരാണല്ലോ, കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഞങ്ങൾ തിരക്കിലാണെങ്കിൽ പോലും സംസാരിക്കാം. ഓക്കെ, എല്ലാ ടീച്ചേഴ്സ് ഉണ്ടാവും. മിസ്സേ, മോൾക്കൊരു പാട്ട് പാടണമെന്ന്, അവളൊന്ന് പാടിക്കോട്ടെ. Butterfly, butterfly, come with me. No, 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 no. I must go my home. Butterfly, butterfly, come with me. No, 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 no. I must go my home. Butterfly, butterfly, dance with me. No, 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 no. I must go my home. Thank you. Okay, yeah, very good. Okay, so ഇന്നത്തേക്കാണ്
നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ? ക്ലാസ് കഴിയുന്നതിനോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. എനിക്കും അങ്ങനെ ഇടയ്ക്ക് ചെറുതായിട്ട് തോന്നുന്നുണ്ട്, അവിടെ ചോദിച്ചേ. മാത്രമാണ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ട്. എത്ര പെട്ടെന്ന് നമ്മള് ക്ലാസ് കഴിയുന്നത്. എനിക്ക് മുന്നേ കഴിഞ്ഞ കോഴ്സിലും എല്ലാവർക്കും ഇതുപോലെ വിഷമമായിരുന്നു. പെട്ടെന്ന് കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും നമ്മൾ നല്ല ബോണ്ടിങ് ആണ്, ടീച്ചേഴ്സ് ആണെങ്കിലും നിങ്ങളുടെ സ്റ്റുഡൻസ് ആണെങ്കിലും. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട്. ഇനി 1:30 ക്ലാസ് ഇല്ലല്ലോ അല്ലേ എന്നോർത്തൊരു ടെൻഷൻ. ഈ ടൈം ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാകാം പൊതുവെ. ഞങ്ങൾ നിങ്ങളെ പിന്നെ ഞങ്ങൾക്ക് PGന്റെ ക്ലാസ് ഉണ്ട്, പക്ഷെ അതൊന്നും ഒരു സുഖമില്ല. ഇതുപോലെ അല്ലല്ലോ, അതൊരു ടഫായിട്ട് തോന്നുന്നു. PG അത്ര സുഖമില്ല. അങ്ങനെയാണല്ലോ, ഡിഗ്രി പഠിക്കുന്ന PG പഠിക്കുന്ന വ്യത്യാസമുണ്ട്. ഇത് ടഫായിരിക്കും. ഓക്കെ, അപ്പോ എപ്പോഴെങ്കിലും എക്സാമിന് മുൻപോ എപ്പോഴെങ്കിലും നമുക്ക് പറ്റിയാൽ മീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി വൈകിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജിഷ മിസ് നമ്പർ ഉണ്ടെന്നല്ലേ പറഞ്ഞത്, നിങ്ങൾ വിളിച്ച് ചോദിച്ചു നോക്കും കേട്ടോ. മിസ്സിനോട് ചോദിച്ചു നോക്കും. ചോദിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടോ ഇനി? സൈൻ ഔട്ട് പറയും. പക്ഷെ എനിക്ക് ഞാനാണ് സൈൻ ഔട്ട്. പക്ഷെ എനിക്ക് ചെറിയൊരു സങ്കടം പോലെ തോന്നുന്നു. ഞാനും കുറച്ച് സെൻസിറ്റീവ് ആണ് കേട്ടോ, നിങ്ങൾ സങ്കടപ്പെടരുത്. പറയൂ. പെട്ടെന്നൊന്നും കിട്ടുന്നില്ല. അപ്പൊ സൈൻ ഔട്ട് ഇത് വേണ്ട, എന്നാല് വേണ്ട. ഓക്കെ, സൈൻ ഔട്ട് പറയണ്ട. അപ്പൊ എന്താണ് നമ്പർ അവർ മനസ്സിലൂടെ വാങ്ങാം, കോണ്ടാക്ട് ചെയ്യാം, മെസ്സേജ് അയക്കാം. ഓക്കെ ഓക്കെ, സോ താങ്ക് യു ഓൾ. See you on the next class. എന്തായാലും ഒരു ക്ലാസ് കയറുള്ളൂ. കേട്ടില്ല ഞാൻ. ടീച്ചർ എന്തായാലും ഒരു ദിവസം ക്ലാസ്സിൽ വരുള്ളൂ. നമുക്ക് കുറച്ച് ഒരു ഹാഫ് ആൻ അവർ എങ്കിലും സംസാരിച്ചിരിക്കാം. സംസാരിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞു. See you on the next class. In next class ഇല്ലല്ലോ. So thank you all. So bye. Thank you teacher. Thank you very much. Thank you, Miss.